ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ASR മിസ് ആണ്. ഇപ്പൊ നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ജനറ്റിക്സ് ഓഫ് ലൈഫ് അഥവാ ജീവന്റെ ജനിതകം അല്ലെ. ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എല്ലാ സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മിസ് ഒന്ന് വന്നിരിക്കുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ മക്കളെ നോക്കിക്കേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DNA ഘടന, DNA സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലെ. അപ്പം DNA RNA തമ്മിലുള്ള വ്യത്യാസം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു ന്യൂക്ലിയസ്, ഒരു മർമ്മത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും നീണ്ട 2 മീറ്റർ വലുപ്പമുള്ള DNA നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ക്രോസുകൾ, ചില പ്രോബ്ലംസ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, അതിന്റെ മുന്നേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇങ്ങനെ ഒരു ചിത്രം തന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് ഇവിടെ ഒരു അമ്മ സിംഹമുണ്ട്, കുഞ്ഞു 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 കബ്സ്, അതായത് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പൂച്ച കുട്ടികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. പൂച്ചയുടെ അമ്മയുണ്ട് കേട്ടോ, ഇവിടെ അമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അല്ലെ, അമ്മ പട്ടിയുണ്ട്. ആൻഡ് കുറെ കുഞ്ഞു മക്കളുണ്ട് അല്ലെ. ഇത് എന്തിനാ കൊടുത്തിരിക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മദർ, അമ്മ അല്ലേ. ഈ അമ്മയുടെ അതേ കട്ടുള്ളൊരു കുട്ടി ഉണ്ടല്ലോ, കണ്ടില്ലേ നിങ്ങള്? ദാ ഈ ഒരു കുഞ്ഞിനെ കാണാൻ അമ്മയുടെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട് അല്ലെ, എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കിക്കടാ, കുറേ മക്കളുണ്ട്. പക്ഷെ ഈ മക്കളുടെ ഇടയിൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ കാണാം. ചിലർ അമ്മേനെ പോലെ ഇരിക്കുന്നു, ചിലർ വ്യത്യസ്തമായിട്ടിരിക്കുന്നു അല്ലെ. ഇത് പിന്നെ ഡിറ്റോ തന്നെ, അതായത് ഈ ഒരു അമ്മയുടെ അതേപോലെ തന്നെയാണ് ഈ കുഞ്ഞു സിംഹക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ, അതേപടിയാണ് കാണാനിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്കും ഇതൊക്കെ നിങ്ങളെ ലൈഫിൽ അനുഭവം ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല നീണ്ട മുടി ഉണ്ടാവും മക്കളെ അല്ലെ. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, നിനക്ക് എങ്ങനെ ഇത്ര നല്ല നീളമുള്ള മുടി കിട്ടിയത്? ഇത്രയും മുടി പാരമ്പര്യമായിട്ട് കിട്ടിയത്. എൻ്റെ അമ്മയ്ക്ക് കുറേ മുടിയുണ്ട്, അമ്മയ്ക്ക് ഉപ്പൂറ്റി വരെ മുടിയുണ്ട്, അപ്പൊ എനിക്ക് നല്ല മുടിയുണ്ട് എന്ന് പറയും. അതേപോലെ ചില ആൾക്കാരുടെ മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പി പോലെ ഇരിക്കും അല്ലെ, നല്ല നൂഡിൽസ് മുടിയായിരിക്കും, ചുരുണ്ട് കയറിയിരിക്കും. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നിനക്ക് എവിടെ നിന്നാണ് ഈ ചുരുള മുടി കിട്ടിയത്? അപ്പൊ അവൻ പറയും, എനിക്ക് തന്നെ അറിയില്ല, വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ചുരുളമുടി ഉണ്ട്? അപ്പൊ അവൻ പറയും, ആർക്കും ഇങ്ങനത്തെ ചുരുളമുടി ഇല്ല, എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ചുരുളമുടി ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് വീട്ടിൽ ചിലപ്പോൾ ആർക്കും അങ്ങനത്തെ ഒരു മുടി കാണില്ല, പക്ഷെ കുഞ്ഞിനാ മുടി ഉണ്ടാവും. ഇനി അതല്ല, ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് പൂച്ചക്കണ്ണ് കിട്ടും അല്ല. നല്ല കണ്ണാണല്ലോ, പൂച്ചക്കണ്ണാണല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ മുത്തശ്ശനും പൂച്ചക്കണ്ണാണ്, ഇങ്ങനെ പാരമ്പര്യമായിട്ട് വീട്ടിൽ പലർക്കും പൂച്ചക്കണ്ണുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുടി ആയിക്കോട്ടെ, മുടിയുടെ കളറോ മുടിയുടെ ടെക്സ്ചറോ, ഇപ്പൊ നീണ്ട മുടിയാവോ അല്ലെങ്കിൽ ചുരുള മുടിയാവാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കളറാവാം, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് ആവാം, നമ്മുടെ ഉയരമാവാം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ കളറാവാം, ഏതൊരു ക്യാരക്ടറും ആയിക്കോട്ടെ. ഇങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നതാണ്. അതേ സമയത്ത് ചില ക്യാരക്ടേഴ്സ് ആണെങ്കിലോ അച്ഛനും അമ്മയ്ക്കും ഒന്നും ആ ക്യാരക്ടർ ഉണ്ടാവില്ല, സ്വഭാവം ഉണ്ടാവില്ല, പക്ഷെ നമ്മളിൽ അത് ഉണ്ടാവും അല്ല. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ശരിക്കും പറഞ്ഞാല് ജെനറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചാപ്റ്ററിന്റെ പേരെന്താ? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ല, ജീവന്റെ ജനിതകം. ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ബയോളജിയിൽ ഒരു വലിയ ശാഖയാണടാ അല്ലെ. ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയിലെ തന്നെ വലിയൊരു ശാഖയാണ്. ശരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ജെനറ്റിക്സിനെ കുറിച്ചാണ്, ജനിതക ശാസ്ത്രത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ മിസ്സിനെ നിങ്ങൾ കണ്ടോ? മിസ്സിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഹൈറ്റ് ഇല്ല, മിസ് ഒരു സ്റ്റേജിന്റെ മേലെ കയറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ മിസ് എങ്ങനെ ഇങ്ങനെ കുള്ളത്തിയായി പോയത്? സത്യം പറഞ്ഞാൽ മിസ്സിന്റെ അമ്മയ്ക്ക് ഹൈറ്റ് ഇല്ല, അതേ സമയത്ത് മിസ്സിന്റെ അച്ഛൻ നല്ല ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് മിസ്സിന് കിട്ടിയില്ല. ആർക്കാ കിട്ടിയെന്ന് അറിയോ? മിസ്സിന്റെ അനിയത്തിക്ക്. മിസ്സിന്റെ അനിയത്തിനെ കണ്ടാൽ നിങ്ങൾ പറയും, അയ്യോ ഇത് മിസ്സിന്റെ അനിയത്തിയാണ്, ഇത്ര ഉയരം ഉണ്ടല്ലോ. സംഭവം എൻ്റെ അച്ഛൻ നല്ല ഹൈറ്റ് ഉണ്ട്, അതെന്റെ അനിയത്തിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പാരമ്പര്യമായിട്ട് ഇങ്ങനെ നമ്മുടെ പാരൻസിൽ നിന്ന് അല്ലെ, മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് കൈമാറി വരുന്ന സ്വഭാവങ്ങൾ, ഇതിനെ നമ്മൾ എന്താടാ വിളിക്കുന്നത്? ഇതിനെ നമ്മൾ പാരമ്പര്യം എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം എന്നാണ് വിളിക്കുന്നത്. അതായത് മാതാപിതാക്കളുടെ ക്യാരക്ടേഴ്സ്, സവിശേഷതകൾ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുന്നു, കുഞ്ഞുങ്ങളിലേക്ക് പാസ്സായി വരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്ന് വിളിക്കും. എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും അതേ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണോ, കാർബൺ കോപ്പിയാണോ? അച്ഛനെയും അമ്മേനെയും എങ്ങനെയാണോ വാർത്ത് വെച്ചിരിക്കുന്നത് അതുപോലെയാണോ നമ്മളും ഇരിക്കുന്നേ? നമ്മളെയും അതുപോലെ ഇങ്ങനെ വാർത്ത് വെച്ചിരിക്കുകയാണോ? അല്ലല്ലോ, നമ്മൾ വ്യത്യസ്തരാണല്ലേ. നമ്മൾ വ്യത്യസ്തരാണ്, നമുക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ സവിശേഷതകളില്ലേ, കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിനെ നമ്മൾ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻ എന്നാ വിളിക്കുന്നത്. എന്താണ് വ്യതിയാനം അല്ലെങ്കിൽ വേരിയേഷൻ?
ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് കൈമാറി വരുന്ന സവിശേഷതകൾ, ക്യാരക്ടേഴ്സ്, ഇതിനെ നമ്മൾ പാരമ്പര്യം, ഹെറിഡിറ്റി എന്ന് പറയുന്നു. അച്ഛനമ്മമാരിൽ ഇല്ലാത്ത സവിശേഷതകൾ, ഇല്ലാത്ത ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നു. ഇതിനെ നമ്മൾ വ്യതിയാനങ്ങൾ, വേരിയേഷൻ എന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളും നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? ഈ 2 കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെനറ്റിക്സിലാണ്, ജനിതക ശാസ്ത്രത്തിലാണ് കേട്ടോ. ഓക്കെ, ഈ 2 കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ ജനിതക ശാസ്ത്രം അല്ലെ നമ്മളിലേക്ക് എത്തിച്ച ഒരാളുണ്ട്. അതായത് ജെനറ്റിക്സിനെ കുറിച്ച് പഠിച്ച് നമ്മളിലേക്ക് ഈ വിവരങ്ങളെല്ലാം എത്തിച്ച ഒരു വലിയ മനുഷ്യൻ, ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെന്റൽ. അല്ലടാ, എന്താണ് ഗ്രിഗർ ജൊഹാൻ മെന്റൽ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് വിളിക്കും. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെ, ഫാദർ ഓഫ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റുകളാണ് നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു പള്ളിയിലച്ഛനാണ്. ഇപ്പൊ പള്ളിയുടെ ബാക്കിൽ കുറെ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാവല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഈ സയൻസിനോട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഒരു പഠിക്കാനൊക്കെയുള്ള ഒരു ആവേശമൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് സയൻസ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? പള്ളിയുടെ ബാക്കിലൊക്കെയുള്ള അത്രയും വലിയ പറമ്പിൽ ഇദ്ദേഹം തോട്ടപ്പയർ ചെടി, ഗാർഡൻ പീ പ്ലാന്റ്, എന്താണടാ ഗാർഡൻ പീ പ്ലാന്റ് അഥവാ പൈസം സെറ്റൈവം, നമ്മുടെ തോട്ടപ്പയർ ചെടിയിൽ എന്ത് നടത്തി? ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റുകൾ നടത്തി അല്ലേ? എന്താണ്? വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തി. വർഗസങ്കരണ പരീക്ഷണങ്ങൾ, ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റുകൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് ഏത് ഓർഗാനിസത്തിലാണ്? ഒരു ചെടിയിലാണ് അല്ലെ? ഏത് ചെടിയാണത്? പീ പ്ലാന്റ്, തോട്ടപ്പയർ ചെടി അഥവാ പൈസം സെറ്റൈവം എന്ന് പറയുന്ന ചെടിയിലാണ് ഇദ്ദേഹം ഈ എക്സ്പീരിമെന്റ്. എന്ത് എക്സ്പീരിമെന്റ് ആണ്? ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റ്. അല്ലടാ, എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റ്സ്? വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് വെറുതെ കുറെ എക്സ്പീരിമെന്റ് ഒരു 5-10 ദിവസം കൊണ്ട് നടത്തിയതല്ല. 7 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ. എത്ര വർഷം? 7 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ 7 വർഷം കൊണ്ട് ഇദ്ദേഹം എന്താണോ കണ്ടുപിടിച്ചത് അല്ലെ, ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇദ്ദേഹം എന്താക്കി മാറ്റിയിട്ടുണ്ട്? അതായത് ലോസ് ആക്കി മാറ്റിയിട്ടുണ്ടടാ. എന്താണ് ലോസ്? ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് അല്ലെ. കുറെ നിയമങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്താക്കി മാറ്റിയിട്ടുണ്ട്? അതായത് കുറെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങളാക്കി ഇദ്ദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? സത്യം പറഞ്ഞ ഇദ്ദേഹമാണ് ഈ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ ബ്രാഞ്ച്, ജെനറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു ശാഖ കൊണ്ടുവന്നത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും ആ സമയത്ത് ആരും അംഗീകരിച്ചില്ല. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമ്മൾ വീണ്ടും റീഡിസ്കവർ ചെയ്തതും മെന്റൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ തന്നെ വിലയിരുത്തിയതും ഇദ്ദേഹത്തിന് ഈ ഒരു പട്ടം അല്ലെ, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പട്ടം നമ്മൾ കൊടുത്തതും മരണശേഷമാണ്. എന്ത് ചെയ്യാനാ? കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി, പക്ഷെ എന്തുണ്ടായില്ല? ആരും അംഗീകരിച്ചില്ല. അതാ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതൊന്നും അംഗീകരിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യം ആർക്കുണ്ടായില്ലടാ? നമ്മുടെ മെന്റലിന് ഉണ്ടായില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു മെന്റലിന്റെ ഈ എക്സ്പീരിമെന്റുകൾ അല്ലെ, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. എന്നാലും മിസ് ജസ്റ്റ് റഫായിട്ട് മിസ് പറഞ്ഞു തരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞത്? അതായത് നമ്മുടെ ഇപ്പൊ മുടിയുടെ കളർ ആയിക്കോട്ടെ, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കളർ ആയിക്കോട്ടെ, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ഹൈറ്റ്, ഉയരമായിക്കോട്ടെ, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇത് നമ്മുടെ DNA അല്ലെ. ഇതെന്താണ്? ഇത് നമ്മുടെ DNA. ഇപ്പൊ DNA-യിലുള്ള ഭാഗങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? നിശ്ചിത ഭാഗങ്ങളെ. DNA-യുടെ സെഗ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ജീൻ എന്നാണ് അല്ലെ. എന്താണ് വിളിക്കുന്നത്? ജീൻ എന്നാണ്. ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാ? ജീനാണ് അല്ലെ. ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ജീനാണ് അല്ലെ. ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ജീനുകളാണ്. നമ്മുടെ DNA-യിലുള്ള ജീനുകളാണ്. ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? ഒരു ജീനായിരിക്കും അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ജീനായിരിക്കും അല്ലെ. ജീനുകളാണ്. അപ്പൊ ഈ ജീനുകളെ കുറിച്ച് ഇദ്ദേഹം പഠിച്ചു. പക്ഷെ ഇദ്ദേഹം ജീൻ എന്ന് പറയുന്ന ഒരു വാക്ക് ആ സമയത്ത് കൊണ്ടുവന്നിരുന്നില്ല. ജീൻ എന്നല്ല ഇദ്ദേഹത്തിന് അത് അറിയാം. ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫാക്ടേഴ്സ്. ഇതിനെ ഇദ്ദേഹം എന്താ വിളിച്ചത്? ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്നാണ് ജീനിനെ ഇദ്ദേഹം വിളിച്ചിരുന്നത്. അതായത് ഇദ്ദേഹം ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റുകൾ നടത്തിയല്ലോ.
അതായത് തോട്ടപ്പയർ ചെടി പീ പ്ലാന്റിൽ ഇദ്ദേഹം വർഗ്ഗസങ്കരണ പരീക്ഷണങ്ങളൊക്കെ നടത്തി അല്ലെ. നടത്തുമ്പം ഇദ്ദേഹത്തിന് മനസ്സിലായി അച്ഛനമ്മമാരിൽ നിന്ന് ക്യാരക്ടേഴ്സ് സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതേപടി തന്നെ കുഞ്ഞുങ്ങള് അച്ഛനമ്മമാരിൽ ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്. അതായത് പാരമ്പര്യവും അതുപോലെ തന്നെ വേരിയേഷനും ഒക്കെ ഉണ്ടെന്ന് ഇദ്ദേഹം പഠിച്ചു. ഇതിന് കാരണം ആരാന്ന് പറഞ്ഞു? ഫാക്ടേഴ്സ് ആണെന്നാണ് പറഞ്ഞത്, ഘടകങ്ങളാണെന്നാണ് പറഞ്ഞത്. അതായത് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, സ്വഭാവ സവിശേഷതകളെല്ലാം നിയന്ത്രിക്കുന്നത് DNA-യിലുള്ള ജീനുകളാണ്. അദ്ദേഹത്തിന്റെ ആ സമയത്ത് അത് DNA എന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ജീൻ എന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇദ്ദേഹം ജസ്റ്റ് പറഞ്ഞു എന്താണ്, ഘടകങ്ങളാണ് ഈ സ്വഭാവ സവിശേഷതകളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ അച്ഛനമ്മമാരുടെ അതേ പാരമ്പര്യമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? അച്ഛനമ്മമാരിൽ നിന്ന് ഈ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നു. ആര് വഴിയാണ് കുഞ്ഞുങ്ങളിലേക്ക് ഈ അച്ഛനമ്മമാരുടെ ഫാക്ടേഴ്സ് എത്തുന്നത്? എങ്ങനെയാണ് അച്ഛനമ്മമാരുടെ ഈ പറയുന്ന ഫാക്ടേഴ്സ്, ജീനുകൾ അല്ലെ, ഈ ഘടകങ്ങൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്? ആര് വഴിയാണ് എത്തുന്നത്? എന്നാലല്ലേ അച്ഛന്റെയും അമ്മയുടെയും അതേ ക്യാരക്ടർ കുട്ടി കാണിക്കുള്ളൂ അല്ലെ. അതെങ്ങനെയാ എത്തുന്നതെടാ? എങ്ങനെയാ എത്തുന്നത്? ഗാമീറ്റ്സ് വഴിയാണ് അല്ലെ. ആര് വഴിയാണ്? ബീജകോശങ്ങൾ അഥവാ ഗാമീറ്റ്സ്, ബീജകോശങ്ങൾ അഥവാ ഗാമീറ്റ്സ് വഴിയാണ് ഈ അച്ഛനമ്മമാരിലുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നതും കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ അതേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതും. ആര് വഴിയാണ്? ഗാമീറ്റ്സ് വഴിയാണ്. ഓക്കെ, ഗാമീറ്റ്സ് വഴിയാണ്. അപ്പൊ ഈ ജീൻ, ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞു ഹൈറ്റ്, ഉയരം. ഉയരത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു ജീൻ ഉണ്ടാവും, ഫാക്ടർ ഉണ്ടാവും അല്ലെ. ഉയരം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ജീൻ ഉണ്ടാവും അല്ലെ. ജീൻ അഥവാ മെന്റലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തുണ്ട്? ഘടകം, ഫാക്ടർ ഉണ്ടാവും അല്ലെ, ഫാക്ടർ ഉണ്ടാവും. ഓക്കെ, ഈ ഹൈറ്റിന് എന്താണ്? രണ്ട് ഗുണങ്ങളില്ലടാ. അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറാണ് അല്ലെ, സ്വഭാവമാണ് അല്ലെ, സ്വഭാവമാണ്. പക്ഷെ ഉയരം തന്നെ ഉയര കൂടുതലുണ്ട്, ടോൾ ഉണ്ട്, ഉയരക്കുറവുണ്ട്, ഡ്വാർഫ് ഉണ്ട്. അപ്പം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് രണ്ട് ഗുണങ്ങളുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്ന സ്വഭാവത്തിന് രണ്ട് ഗുണങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കാന്നറിയാം? ഈ ടോളിനെയും ഡ്വാർഫിനെയും ട്രെയ്റ്റ്സ് ആണടാ. എന്താണിത്? ട്രെയ്റ്റ്സ് ആണ്. ട്രെയ്റ്റ്സ്, ഗുണങ്ങൾ. ട്രെയ്റ്റ്സ് അഥവാ ഗുണങ്ങൾ. ട്രെയ്റ്റ്സ് അഥവാ ഗുണങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്, സ്വഭാവമാണ്. പക്ഷെ ഈ ഹൈറ്റിൽ തന്നെ രണ്ട് ഗുണങ്ങൾ, രണ്ട് ട്രെയ്റ്റുകൾ വരുന്നുണ്ട്. ടോളും ഡ്വാർഫും, ഉയര കൂടുതലും ഉയരക്കുറവും അല്ലെ. ട്രെയ്റ്റ്സ് അഥവാ ഗുണങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുണ്ട്? ഫാക്ടർ അഥവാ ജീൻ ഉണ്ട്. അപ്പൊ ഈ ജീനിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ വ്യത്യസ്ത രൂപങ്ങൾ? ഈ ഓരോ ട്രെയ്റ്റിനെയും കൺട്രോൾ ചെയ്യാൻ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് ടി ആണെന്ന് വിചാരിക്കുക. ടി എന്ന് പറയുന്ന ജീനാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈറ്റിൽ തന്നെ നമുക്ക് രണ്ട് ട്രെയ്റ്റ്സ് ഉണ്ട് അല്ലെ, ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട്. അപ്പൊ ഈ രണ്ട് ട്രെയ്റ്റുകളെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ടി എന്ന് പറയുന്ന ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതായത് ടോളിനെ നിയന്ത്രിക്കാൻ ക്യാപിറ്റൽ ടി, ഡ്വാർഫിനെ നിയന്ത്രിക്കുന്നത് സ്മോൾ ടി ആണ്. അപ്പൊ ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താണ്? ടിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്, ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ജീൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അലീൽ. എന്താണ് വിളിക്കുക? അലീൽ. ഇപ്പം മറ്റൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. വേറൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സീഡിന്റെ ഷേപ്പ്, വിത്തിന്റെ ആകൃതി, ഇതൊരു ക്യാരക്ടറാണ്. ഇതെന്താണ്? ഇതൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ജീൻ ഉണ്ടാവുമല്ലോ. ആ ജീൻ ആർ എന്ന് പറയുന്ന ജീനാണ്. അപ്പൊ സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടും ഉണ്ട്, റിങ്കിൾഡും ഉണ്ട്. റൗണ്ടും ഉണ്ട്, റിങ്കിൾഡും ഉണ്ട്. റൗണ്ട് എന്ന് പറയുന്നത് ഉരുണ്ട വിത്താണ്, റിങ്കിൾഡ് എന്ന് പറയുന്നത് ചുളുങ്ങിയ വിത്താണ്. ഇതെന്താ? ഇത് ട്രെയ്റ്റ്സ് ആണ്. ഇത് രണ്ടും ട്രെയ്റ്റ്സ് ആണ്. ഇത് രണ്ടും എന്താണ്? ഗുണങ്ങളാണ്, ട്രെയ്റ്റ്സ് ആണ് അല്ലെ. സീഡിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രെയ്റ്റ്സ് ആണ് റൗണ്ടും റിങ്കിൾഡും. ഓക്കെ, അപ്പൊ ആറാണ് ജീൻ എങ്കിൽ ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആണ്. ക്യാപിറ്റൽ ആർ റൗണ്ടിനെ നിയന്ത്രിക്കുന്നു, സ്മോൾ ആർ റിങ്കിൾഡിനെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഒരു ജീനിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളെ, ഒരു ജീനിന്റെ ഓൾട്ടർനേറ്റ് ഫോംസിനെ വിളിക്കുന്ന പേരെന്താണടാ? അലീൽസ്, അലീലുകൾ എന്നാണ്
വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അലീലുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മെന്റൽ എന്ത് ചെയ്തിട്ടുണ്ട്? വർഗസങ്കരണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ? വർഗസങ്കരണ പരീക്ഷണങ്ങൾ മെന്റൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ പരീക്ഷണങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആദ്യം മെന്റൽ എന്താ പഠിച്ചതെന്ന് അറിയോ? അച്ഛനമ്മമാരിൽ നിന്ന് ഒരു ക്യാരക്ടർ എങ്ങനെ കുഞ്ഞിലേക്ക് പാസ്സാവുന്നു. അതായത് ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സ്വഭാവമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും ഒരു സ്വഭാവത്തിന് 2 ട്രെയ്റ്റ് ഉണ്ടല്ലോ. 2 വിപരീത ഗുണങ്ങൾ ഉണ്ടല്ലോ അല്ലെ? 2 എന്തുണ്ട്? കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്നാണ് നമ്മൾ പറയുക. ടോള്, ഡ്വാർഫ്, ഉയര കൂടുതൽ ഉയര കുറവ്. അപ്പൊ ഓപ്പോസിറ്റ് അല്ലേ? അല്ലെ? ഒന്ന് കൂടുതൽ ഒന്ന് കുറവ്. അപ്പൊ ഇതിനെ നമ്മൾ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്ന് വിളിക്കൂ കേട്ടോ. എന്താ വിളിക്കുന്നത്? വിപരീത ഗുണങ്ങൾ അഥവാ കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ആ വാക്ക് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒരു ക്യാരക്ടർ അഥവാ 2 കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് അല്ലെ, എങ്ങനെയാണ് മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് എന്നുള്ള വർഗസങ്കരണ പരീക്ഷണം പി പ്ലാന്റിൽ നടത്തി. ഓക്കെ, അപ്പൊ ഒറ്റ സ്വഭാവമാണ്. ഒറ്റ സ്വഭാവം, പക്ഷെ എന്താ? 2 ട്രെയ്റ്റ്സ് ഉണ്ടാവും, 2 വിപരീത ഗുണങ്ങൾ ഉണ്ടാകും. അപ്പൊ ആദ്യം നമുക്ക് അതിനെന്താ വേണ്ടത്? മാതൃസസ്യങ്ങൾ വേണം, പാരന്റൽ പ്ലാന്റ്സ് വേണം. മക്കളെ, ഈ ഒരു എക്സ്പെരിമെന്റിനെ നമുക്ക് മറ്റൊരു പേരിൽ കൂടി വിളിക്കാം കേട്ടോ. അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് അർത്ഥം. അപ്പൊ ഒരൊറ്റ സ്വഭാവം എങ്ങനെ വ്യാപരിക്കുന്നു എന്നല്ലേ പഠിച്ചത്. അപ്പം ഈ ഒരു എക്സ്പെരിമെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രോസിനെ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാം കേട്ടോ. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ മെന്റലിന്റെ ഈ ക്രോസ് ഒന്ന് നമുക്ക് ചെയ്യാം അല്ലെ? മെന്റലിന്റെ ഈ ഒരു ക്രോസ് നമുക്ക് ചെയ്ത് നോക്കാം. ഈസിയാണ്, ഒന്നുമില്ല. ആദ്യം നമുക്ക് എന്ത് വേണം? പാരന്റൽ പ്ലാന്റ്സ്. പാരന്റ്സ് വേണ്ടേ? മാതൃസസ്യങ്ങൾ വേണ്ടടാ. അപ്പൊ മാതൃസസ്യങ്ങളായിട്ട് എന്തെടുത്തു? ഒരു ഉയരം കൂടുതലുള്ള ചെടിയും ഒരു ഉയരക്കുറവുള്ള ചെടിയും എടുത്തു. അപ്പൊ ഇദ്ദേഹം ഏത് ക്യാരക്ടർ സെലക്ട് ചെയ്തേ? ഏത് ക്യാരക്ടർ? ഒരു ക്യാരക്ടർ എങ്ങനെ പാസ്സാവുന്നു എന്നാണ് പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം സെലക്ട് ചെയ്ത ക്യാരക്ടർ ഏതാണ്? ഹൈറ്റ് ആണ് കേട്ടോ. ഹൈറ്റ് ആണ്. അപ്പൊ ആ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെ, എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഉയര കൂടുതലുള്ള ചെടിയും ഒരു ഉയരക്കുറവുള്ള ചെടിയും എടുത്തു. അപ്പൊ ടോൾ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഡ്വാർഫ്, സ്മോൾ ടി, സ്മോൾ ടി. ഇങ്ങനെയാണ് ഇദ്ദേഹം എന്ത് നടത്തിയിട്ടുള്ളത്? എക്സ്പെരിമെന്റ് നടത്തിയത്. മിസ് ഓൾറെഡി പറഞ്ഞു. അതായത് ഫാക്ടേഴ്സ് അഥവാ ജീനുകളാണ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്. അവരുടെ വ്യത്യസ്ത രൂപങ്ങൾ, ഓൾട്ടർനേറ്റ് ഫോംസിനെ വിളിക്കുന്ന പേരെന്താ? അലീലുകൾ എന്നാണ് അല്ലെ? അലീലുകൾ എന്നാണ്. അത് മാത്രമല്ല, ഇവരെപ്പോഴും ജോഡിയായിട്ടായിരിക്കുക. ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? പെയർ ആയിട്ടാണ് ഉണ്ടാവുക, ജോഡി ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പെയർ ആയിട്ടല്ലേ, ജോഡി ആയിട്ടാണ് ഫാക്ടേഴ്സ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പം ഉയരക്കൂടുതൽ, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. ഉയരക്കുറവ് അല്ലേ? മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഡ്വാർഫ് ആണ്. എന്താണ്? സ്മോൾ ടി, സ്മോൾ ടി. കണ്ടില്ലേ? കാരണം ഫാക്ടേഴ്സ് ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ് അല്ലെ? ഘടകങ്ങൾ എപ്പോഴും ജോഡി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് വേണം? ഗാമീറ്റ്സ് വേണ്ടടാ. ഗാമീറ്റ്സ് അല്ലെ? ഗാമീറ്റ്സ് ബീജകോശങ്ങൾ വഴിയാണല്ലോ ഫാക്ടേഴ്സ് കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ ടി ഗാമീറ്റ്സിന് എപ്പോഴും വട്ടം വരയ്ക്കണം, സ്മോൾ ടി വട്ടം വരയ്ക്കണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? F1 ഫസ്റ്റ് ജനറേഷൻ, 1ാം തലമുറ സസ്യങ്ങൾ കിട്ടി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ക്യാപിറ്റൽ ടി, സ്മോൾ ടി വന്നാൽ എന്താണ് ഇവിടെ? ടോൾ ആണടാ. എന്താണ്? ടോൾ ആണ്. 1ാം തലമുറയിലുള്ള എല്ലാ സസ്യങ്ങളും ഉയര കൂടുതലുള്ള സസ്യങ്ങളാണ്. ഉയരക്കുറവ് എന്ന് പറയുന്ന ഈ ഒരു ഗുണം കാണാനില്ല. 1ാം തലമുറയിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ മെന്റലിന് ഡൗട്ട് അടിച്ചു. അതായത് ഞാൻ എടുത്ത മാതൃസസ്യങ്ങൾ ഒന്ന് ഉയര കൂടുതലും ഒന്ന് ഉയര കുറവും അല്ലേ? ഞാൻ ക്രോസ് ചെയ്തു, കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷെ 1ാം തലമുറയിൽ ഉണ്ടായ എല്ലാ കുട്ടികളും ഉയര കൂടുതലാണ്. അപ്പൊ ഉയരക്കുറവ് എന്ന് പറയുന്ന പാരന്റിന്റെ ട്രെയ്റ്റ് എവിടെ പോയി? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? ഇദ്ദേഹം സ്വപരാഗണം ചെയ്തു. 1ാം തലമുറ സസ്യങ്ങളെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. സെൽഫ് പോളിനേഷൻ സ്വപരാഗണം ചെയ്തു. ആരെ? F1നെ. F1 വെച്ച് ക്രോസ് ചെയ്തു. അതായത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി, സ്മോൾ ടി. എന്ത് വേണം? ബീജകോശങ്ങൾ, ഗാമീറ്റ്സ് അല്ലേ? ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഓക്കെ, അപ്പം ഇത് നമുക്ക് ശരിക്കും എങ്ങനെ ചെയ്യാന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ക്രോസ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്യുനറ്റ് സ്ക്വയർ വരച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ പ്യുനറ്റ് സ്ക്വയർ അല്ലെ, പെട്ടി വരച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബോക്സ് വരച്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക?
പ്യുന്നറ്റ് സ്ക്വയർ എന്നാ വിളിക്കുക അല്ലെ, പ്യുന്നറ്റ് സ്ക്വയർ. റെജിനാൾഡ് സി പ്യുന്നറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ഇതിനെ പ്യുന്നറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ബീജകോശങ്ങൾ ഇവിടെ എഴുതുക. ബീജകോശങ്ങൾ നമ്മളിതാ ഇങ്ങനെ എഴുതി അല്ല. അപ്പൊ ഇവിടെ എന്ത് വന്നു? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. അതായത് 3 പേര് ടോളാണ്, അതിൽ ഒരാള് ക്യാപിറ്റൽ ടി ആണ്, 2 പേര് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ടോളാണ്. ഒരാളെ മാത്രമേ നമുക്ക് ഡ്വാർഫ് കിട്ടിയിട്ടുള്ളൂ അല്ലടാ. അതായത് 3 ടോളും 1 ഡ്വാർഫും. അപ്പൊ റേഷ്യോ എന്താ വന്നേ? മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ 3:1 അല്ലെ. റേഷ്യോ എന്താ വന്നത്? 3:1 ആ വന്നത് അല്ലെ. 3:1 ആണ് ഇവിടെ മോണോ ഹൈബ്രിഡ് ക്രോസ് റേഷ്യോ വന്നിരിക്കുന്നത് അല്ലെ. മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലേ നമ്മൾ ചെയ്തത്. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് റേഷ്യോ വന്നിരിക്കുന്നത് 3:1 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 2 വാക്ക് കണ്ടിട്ടുണ്ടോ? ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. അല്ലടാ, എന്താണ് ഫീനോടൈപ്പ് എന്ന് കണ്ടിട്ടുണ്ടാകും, അതുപോലെ തന്നെ എന്ത് കണ്ടിട്ടുണ്ടാവും? ജീനോടൈപ്പ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ല. എന്താ ഫീനോടൈപ്പ്, എന്താ ജീനോടൈപ്പ്? അതായത് ഇപ്പൊ നമ്മൾ ടോൾ, ഡ്വാർഫ്, ഉയര കൂടുതൽ, ഉയര കുറവ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അല്ലെ. ടോള്, ഡ്വാർഫ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അല്ലെ. ടോള് അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഡ്വാർഫ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഫിസിക്കൽ ക്യാരക്ടേഴ്സാ അല്ലെ. അതായത് വിത്തിന്റെ ആകൃതി, ഉരുണ്ടിരിക്കുന്നു, ചുളുങ്ങിയിരിക്കുന്നു, വയലറ്റ് കളറാണ്, വെള്ള കളറാണെന്നൊക്കെ നമ്മൾ അതിനെ കാണുമ്പോൾ ഉള്ള അതിന്റെ ക്യാരക്ടർ, ഫിസിക്കൽ ക്യാരക്ടർ പറയുന്നതാണ് ഫീനോടൈപ്പ് അല്ല. അതാണ് ഫീനോടൈപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടോൾ ഫീനോടൈപ്പ് ആണ്. പക്ഷെ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ജനിതക ഘടന, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ ടോളിനെ ക്യാപിറ്റൽ ടി എന്ന് എഴുതുന്നില്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയാലും ടോൾ ആണല്ലേ. ഇതിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുക. അതാണ് ജീനോടൈപ്പ് കേട്ടോ. അപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആണ്. റൗണ്ട് എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണെങ്കിൽ ഇതിനെ ക്യാപിറ്റൽ ആർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താ? അതിന്റെ ജീനോടൈപ്പ് ആണ്, അതിന്റെ ജീനോടൈപ്പ് ആണ്. ഓക്കെ, അതാണ് ഫീനോടൈപ്പും ജീനോടൈപ്പും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ ക്രോസ് അല്ലേ. ഇതാണ് ഇദ്ദേഹത്തിന്റെ എന്താണ്? മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സിമ്പിൾ ആണ്. ഫസ്റ്റത്തെ ക്രോസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. മിസ് എല്ലാ പോയിന്റ്സും മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മക്കൾ കണ്ടോ? അതായത് ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അലീലുകൾ എന്നാണ്. ഒരു ജീനിന് എത്ര അലീൽ ഉണ്ടാവും? 2 എണ്ണം അല്ലെ. ഒരു ജീനിന് എത്ര അലീലുണ്ട്? 2 എണ്ണം. ഇപ്പം എന്താ പറയാ, ടി എന്ന് പറയുന്ന ജീനാണ് ഹൈറ്റ്, ഉയരത്തിന് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ 2 അലീലുണ്ട്. ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മോൾ ടിയും ഉണ്ട്. അപ്പൊ ഒരു ജീനിന് പൊതുവേ എന്താണ്? 2 അലീലുകളാണ് ഉള്ളത് അല്ലെ. അതേപോലെ ഒരു ഓർഗാനിസത്തില് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫീനോടൈപ്പ് എന്ന് വിളിക്കും. അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ജനിതക ഘടനയെ നമ്മൾ എന്ത് വിളിക്കും? ജീനോടൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ സൂചകങ്ങൾ നമുക്കൊന്ന് ചെയ്താലോ, ഇൻഡിക്കേറ്റേഴ്സ് ചെയ്താലോ. The characters considered and their traits. അതായത് മോണോ ഹൈബ്രിഡ് ക്രോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. The characters considered and their traits. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പീരിമെന്റ്, ഹൈബ്രിഡൈസേഷൻ എക്സ്പീരിമെന്റ്, വർഗ്ഗസങ്കരണ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് പീ പ്ലാന്റിന്റെ, അതായത് നമ്മുടെ തോട്ടപ്പയർ ചെടിയുടെ ഏത് ക്യാരക്ടർ ആണ് മെന്റൽ സെലക്ട് ചെയ്തത്? ക്യാരക്ടർ ഹൈറ്റ്, ഉയരം അല്ലെ. ക്യാരക്ടർ ഏതാണടാ? ഉയരം. ട്രെയ്റ്റോ? ഉയര കൂടുതലും ഉയര കുറവും അല്ലെ. 2 ട്രെയ്റ്റ്സ് ഇല്ലേ അതിന്. ഏതൊക്കെയാണ്? ടോളും ഡ്വാർഫും. ഓക്കെ. ഡൊമിനന്റ് ആൻഡ് റെസസീവ് ട്രെയ്റ്റ്സ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. അതായത് 1ാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങൾ ഏതൊക്കെയാണ്? പ്രകടമായ ഗുണം ഏതാ? 1ാം തലമുറയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുഴുവനും എന്താ? ഉയരം കൂടിയ ചെടിയല്ലേ, ഉയരം കൂടിയ ചെടി. അപ്പൊ ടോൾ അല്ലടാ, ടോൾ ആണ് ഡൊമിനന്റ് ട്രെയ്റ്റ്. ടോൾ ഡൊമിനന്റ് ട്രെയ്റ്റും റെസസീവ് ട്രെയ്റ്റ് ഏതാണ്? ഡ്വാർഫ് അല്ലെ, ഡ്വാർഫ്. അപ്പൊ എന്താ ഡൊമിനന്റ്, എന്താ റെസസീവ്? 1ാം തലമുറയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം ഉയരം കൂടിയ ചെടികളാണ്. ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോൾ മിസ് എഴുതിയത് ടോൾ എന്നാണ്, മിസ് ഡ്വാർഫ് എന്ന് എഴുതിയില്ല. പക്ഷെ ഇവിടെ 2 അലീലും ഉണ്ടല്ലോ, ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മോൾ ടിയും ഉണ്ട്. ക്യാപിറ്റൽ ടി ടോളിന്റെയും സ്മോൾ ടി ഡ്വാർഫിന്റെയും ആണ്. പക്ഷെ ഇവർ ഒരുമിച്ച് വന്നപ്പം ടോളാണ് വന്നിരിക്കുന്നത്, ഉയര കൂടുതലാണ് വന്നിരിക്കുന്നത് അല്ലെ. അതെന്താ അങ്ങനെ വരാൻ കാരണം? അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? അടിച്ചമർത്തി. ക്യാപിറ്റൽ ടി ആണ് എക്സ്പ്രസ് ആയേ. അതായത് ഇങ്ങനെ 2 വ്യത്യസ്ത തരം അല്ലീലുകൾ ഒരുമിച്ച് വന്നപ്പോൾ, ഒരു ജോഡിയായി വന്നപ്പോൾ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒരുമിച്ച് വന്നപ്പോൾ ക്യാപിറ്റൽ ടി അവിടെ എന്ത് ചെയ്തു? ജയിച്ചു.
ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തി. അവിടെ സ്മോൾ ടീനെ കാണാതെയായി. അടിച്ചമർത്തപ്പെട്ട ആളാണ് ആര്? സ്മോൾ ടി. അപ്പൊ പ്രകടമായത് ആരാണ്? ക്യാപിറ്റൽ ടി ആണ്. അവിടെ മറഞ്ഞു പോയത്, മാസ്ക് ചെയ്യപ്പെട്ടത് ആരാണ്? സ്മോൾ ടി ആണ്. അപ്പൊ പ്രകടമായത് ഏത് ഗുണമാണോ അതാണ് നമ്മുടെ പ്രകട ഗുണം, ഡൊമിനന്റ് ട്രേറ്റ്. ആരാണോ മറഞ്ഞു പോയത്, അല്ലെ, അവിടെ കാണാതായി പോയത്, അതാണ് ഗുപ്ത ഗുണം അഥവാ റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡൊമിനന്റ് ട്രേറ്റ് ഏതാണ്? ടോൾ ആണ്. റെസസീവ് ട്രേറ്റ് ഏതാണ്? ഡ്വാർഫ് ആണ്. ഓക്കെ, ഡ്വാർഫ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് പോളിനേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് സ്വപരാഗണം ചെയ്തത്? ഒന്നാം തലമുറ തന്നെ വെച്ചിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്തു മെന്റല്, അല്ലെ? അപ്പോഴാണ് രണ്ടാം തലമുറ കിട്ടിയിട്ടുള്ളത്, അല്ലെ? ഇതെന്താ? ഇത് F2 ജനറേഷൻ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയില്ലേ 3 ടോള് 1 ഡ്വാർഫ്. ഇതെന്താ? F2 രണ്ടാം തലമുറ സസ്യങ്ങളാണ്, സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സ് ആണ്, അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്നത്? അതായത് ഒന്നാം തലമുറയിൽ നമുക്ക് കിട്ടിയതെല്ലാം ഉയരം കൂടുതലുള്ള ചെടികളാ. അപ്പൊ ഈ ഉയരക്കുറവ് എന്ന് പറയുന്ന മാതൃസസ്യത്തിന്റെ ഗുണം എവിടെ പോയി? അതായത് പാരന്റിൽ നമ്മൾ ഡ്വാർഫ് എടുത്തു, പക്ഷെ ആ ഡ്വാർഫ് കുട്ടിയിൽ വന്നില്ല. അപ്പൊ ആ ഡ്വാർഫ് എവിടെ പോയി? അത് കണ്ടുപിടിക്കാനാണ് ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്? സ്വപരാഗണം നടത്തിയിരിക്കുന്നത്, അല്ലെ? നടത്തിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ട്രേറ്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. രണ്ടാം തലമുറയിൽ കിട്ടിയിരിക്കുന്ന ട്രേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, 3 ടോള് 1 ഡ്വാർഫ്, അല്ലെ? 3 ടോളും 1 ഡ്വാർഫുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെൽഫ് പോളിനേഷൻ അതായത് സ്വപരാഗണത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഡ്വാർഫ് എന്ന് പറയുന്ന ട്രേറ്റ്, ഡ്വാർഫ് ഉയരക്കുറവ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ഉണ്ടാവില്ലേ, ഒരു ഗുണം ഉണ്ടാവില്ലേ, ആ ഗുണത്തിനെ കൺട്രോൾ ചെയ്യുന്ന അലീൽ ഏതാണ്? സ്മോൾ ടി. ആ അലീലിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്വപരാഗണം ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അത് കഴിഞ്ഞു മക്കളെ. യെസ്. അപ്പൊ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഒരു ചോദ്യമുണ്ട്. ഇത് മക്കൾക്ക് ഹോംവർക്കാ. ഇത് മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഈസ് ഡൊമിനന്റ് ക്യാരക്ടർ ഓൾവേസ് എ ഫിനോടൈപ്പ്? അതായത് എല്ലായ്പ്പോഴും പ്രകട ഗുണം മാത്രമാണോ ഫിനോടൈപ്പ് ആകുക? ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ക്രോസ് നിങ്ങൾ നോക്കിക്കടാ. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്രോസ് ആണ്, അല്ലെ? ടോള്, ഡ്വാർഫ്, ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി, ഗ്യാമീറ്റ് അതായത് ബീജകോശങ്ങൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. F1 ജനറേഷനിൽ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോള് കിട്ടി, സെൽഫ് പോളിനേറ്റ് ചെയ്തു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഗ്യാമീറ്റ്സ് ബീജകോശങ്ങൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ക്യാപിറ്റൽ ടി, ഇവിടെയോ സ്മോൾ ടി, അല്ലെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് ക്യാപിറ്റൽ ടി വരും. അതായത് രണ്ടാം തലമുറ സസ്യങ്ങളാണ് എഴുതുന്നത്, F2 ജനറേഷൻ, അല്ലെ? പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ടോളാണ്. ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി, അല്ലെ? അപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരും, ടോളാണ്. സ്മോൾ ടി വന്നാൽ എന്താണ്? അത് ഡ്വാർഫ് ആണ് കേട്ടോ. ഡ്വാർഫ് ആണ് മക്കളെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇങ്ങനെ ഒരു ജോഡി അലീലുകൾ ഉണ്ടാവുമല്ലോ, അല്ലെ? പെയർ ഓഫ് അലീൽസ്, അല്ലെ? ഈ ഫാക്ടേഴ്സ് എപ്പോഴും എങ്ങനെയാ ഉണ്ടാവുക? ജോഡിയായിട്ടല്ലേ ഉണ്ടാവുക. ഇവര് ബീജകോശങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് ഇവര് ഈ ഗാമീറ്റ്സിലേക്ക് പാസ് ആവുന്ന സമയത്ത് ഇവര് സെപ്പറേറ്റ് ആവും. ഒരു അലീല് മാത്രമേ ഒരു ഗാമീറ്റിലേക്ക് പോവുള്ളൂ കേട്ടോ. ഒരൊറ്റ അലീലാണ് ഒരു ബീജകോശത്തിലേക്ക് എത്തുന്നത്, അല്ലാതെ ഒരുമിച്ച് അവര് എത്തുന്നില്ല. അതായത് ഒരു ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഗുണത്തിനെയോ കൺട്രോൾ ചെയ്യുന്ന ഒരു ജോഡി അലീലുകൾ, പെയർ ഓഫ് അലീൽസ് സെപ്പറേറ്റ് ആയി ഓരോ അലീലും ഓരോ ബീജകോശങ്ങളിലേക്ക് പോകും. ഓക്കെ, യെസ്. ഇതാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദ പാരന്റൽ പ്ലാന്റ്സ്. അതായത് പാരന്റൽ പ്ലാന്റ്സ്, മാതൃസസ്യങ്ങളുടെ ഫിനോടൈപ്പും ജീനോടൈപ്പും ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫിനോടൈപ്പും ജീനോടൈപ്പും, മാതൃസസ്യങ്ങളുടെ ഫിനോടൈപ്പും ജീനോടൈപ്പും ഏതാ? ഫിനോടൈപ്പ് ടോള് നമ്മൾ ക്യാപിറ്റൽ ടി, മാതൃസസ്യങ്ങളല്ലേ പാരന്റൽ പ്ലാന്റ്സ്, ഡ്വാർഫ് സ്മോൾ ടി ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ്. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിന്റെ ഫിനോടൈപ്പും ജീനോടൈപ്പും. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഏതാണടാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അതിന്റെ എന്ത് വരുന്നത്? ജീനോടൈപ്പ് വരുന്നത്. അപ്പൊ അതിന്റെ ഫിനോടൈപ്പോ ടോൾ അല്ലേ? ടോൾ. ജീനോടൈപ്പ് ഓഫ് ദ ടോൾ പാരന്റൽ പ്ലാന്റ് ആൻഡ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. അതായത് ടോൾ പാരന്റൽ പ്ലാന്റ്, ഉയരം കൂടിയ മാതൃസസ്യത്തിന്റെയും ഒന്നാം തലമുറ സസ്യത്തിന്റെയും ജീനോടൈപ്പാ ചോദിച്ചിരിക്കുന്നത്. ജീനോടൈപ്പ് ഏതാ? ടോൾ പാരന്റൽ പ്ലാന്റിന്റെ ക്യാപിറ്റൽ ടി. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ജീനോടൈപ്പ് ആണ്, ഫിനോടൈപ്പ് അല്ല. ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ജനിതക ഘടന അല്ലെ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഫീനോടൈപ്പ് ചോദിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ടോള് ഡ്വാർഫ് എന്നുള്ളത് എഴുതേണ്ടത്. റേഷ്യോ ഓഫ് ദ ട്രേറ്റ്സ് ഇൻ സെക്കൻഡ് ജനറേഷൻ ഈസി അല്ലടാ, 3:1. നമ്മൾ റേഷ്യോ അനുപാതം ഓൾറെഡി പറഞ്ഞു, 3:1 ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഫീനോടൈപ്പും ജീനോടൈപ്പും തമ്മിൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഈസി അല്ലടാ, ഈസിയാ. അപ്പൊ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫീനോടൈപ്പ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താ? അതിന്റെ ജീനോടൈപ്പ് അല്ലെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ജീനോടൈപ്പ്. ഉയരം എന്ന് പറയുന്നത് അത് ഫീനോടൈപ്പ് ആണ് കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, നമ്മളിത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദ പാരന്റൽ പ്ലാന്റ്സ്, phenotype and genotype of first generation plant, genotype of tall parental plant and first generation plant, ratio of the traits in the second generation. Okay, yes. അങ്ങനെ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇദ്ദേഹം അടിപൊളിയായിട്ട് പരീക്ഷിച്ചു. കുറെ നിയമങ്ങളൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നു. അതിലൊരു നിയമമാണ് ലോ ഓഫ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വന്നപ്പം അവിടെ ക്യാപിറ്റൽ ടി ആണ് പ്രകടമായത് അല്ലെ, ഡൊമിനൻസ്. ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ അവിടെ എന്ത് ചെയ്തു? അടിച്ചമർത്തി. അതുകൊണ്ട് എന്താണ്? ടോൾ ഡൊമിനന്റ് ട്രേറ്റ് ആയി, മറ്റേത് റെസസീവ് ട്രേറ്റ് ആയി അല്ലെ, ഡ്വാർഫ് റെസസീവ് ട്രേറ്റ് ആയി. അപ്പൊ ഈ ഒരു നിയമം ലോ ഓഫ് ഡൊമിനൻസ് ഇദ്ദേഹം ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, മിസ് പറഞ്ഞല്ലോ. അതായത് ഈ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് അല്ലെ, ഗാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് അലീലുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും അല്ലെ, സെഗ്രിഗേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു അലീലാണ് ഒരു ബീജകോശത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ലോ ഓഫ് ഡൊമിനൻസും ഉണ്ട്, ലോ ഓഫ് സെഗ്രിഗേഷനും ഉണ്ട്. ഓക്കെ, ഈ രണ്ട് നിയമവും ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെന്റൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ മെന്റലിന്റെ കുറെ പോസ്റ്റുലേറ്റ്സ്, അതായത് അനുമാനങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ട്രേറ്റ്, ഒരു ഗുണത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലെ, ഫാക്ടേഴ്സ് ആയിരിക്കും. 2 ഫാക്ടേഴ്സ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഡൊമിനന്റ് ട്രേറ്റ് എന്താണ്, റെസസീവ് ട്രേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം തലമുറയിൽ കിട്ടാത്ത ആ ഒരു റെസസീവ് ട്രേറ്റ്, ഗുപ്ത ഗുണം പ്രകടമായത് എവിടെയാണ്? 2ാം തലമുറയിൽ അല്ലെ. ഡ്വാർഫ് ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായില്ല. എവിടെയാ ഉണ്ടായത്? സെക്കൻഡ് ജനറേഷനിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ബീജകോശങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് ഫാക്ടേഴ്സ് മിക്സ് ആവാതെ വേർപിരിഞ്ഞ് ഓരോ എലിയിലും ഓരോരോ ഗാമീറ്റിലേക്കാണ് പോകുന്നത്. റേഷ്യോ 3:1 ആണെന്നും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇദ്ദേഹം പിന്നെ കുറേ സംശയങ്ങളൊക്കെ ഇദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ഒന്നാമത്തത്, ഉയരം കൂടിയ ചെടി, ഉയരം കുറഞ്ഞ ചെടി. ഇത് ക്രോസ് ചെയ്തപ്പം ഒന്നില്ലെങ്കിൽ ഉയരം കൂടുതൽ അല്ലെങ്കിൽ ഉയരക്കുറവ്. ആ ഇടത്തരം ക്യാരക്ടർ വന്നിട്ടില്ല അല്ലെ, ഇടത്തരം ക്യാരക്ടർ വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ 1ാം തലമുറയിൽ ഇല്ലാതെ പോയ ആ ഒരു ക്യാരക്ടർ 2ാം തലമുറയിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഡൗട്ടായി തോന്നി തുടങ്ങി അല്ലെ, ഡൗട്ടായിട്ട് തോന്നി തുടങ്ങി. കണ്ടോ, ഉയര കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? 1ാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം 2ാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടു. അതെങ്ങനെ? കാരണം കുറെ ഡൗട്ടൊക്കെ വന്നു അല്ലെ. അപ്പൊ അടുത്ത ഘട്ടത്തിൽ വീണ്ടും ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവാണ്? 7 വർഷമല്ലേ എക്സ്പീരിമെന്റ്സ് നടത്തിയത് അല്ലെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത ഘട്ടത്തിൽ നമ്മുടെ തോട്ടപ്പയറ് ചെടി, അതായത് പൈസം സച്ചായവം അല്ലെങ്കിൽ ഗാർഡൻ പീ പ്ലാന്റിൽ തന്നെ 2 ജോഡി വിപരീത ഗുണങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളിലേക്ക് പാസ്സാവുന്നു പഠിച്ചു. അതായത് 2 ക്യാരക്ടേഴ്സ്. ആദ്യം ചെയ്തത് ഒരൊറ്റ ക്യാരക്ടറാ, ഹൈറ്റ് മാത്രമല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഇനി ചെയ്യാൻ പോകുന്നത് 2 ക്യാരക്ടേഴ്സാ. 2 ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിന് തന്നെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വരുമല്ലോ അല്ലെ. അപ്പൊ ഇവിടെ 2 ക്യാരക്ടർ വരികയാണെങ്കിൽ മൊത്തം 2 ജോഡി കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വരില്ലടാ. അതായത് 4 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വരും അല്ലെ. ഓരോ ക്യാരക്ടറിനും 2 ട്രേറ്റ്, ഓരോ ക്യാരക്ടറിനും ഓരോ സ്വഭാവത്തിനും എന്താണ് 2 വിപരീത ഗുണം വെച്ചിട്ട് മൊത്തം 4 വിപരീത ഗുണങ്ങൾ വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 എന്ന് പറയുമ്പോൾ 2 ജോഡി വിപരീത ഗുണങ്ങൾ അല്ലെ, 4 ട്രേറ്റ്സ്, 4 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓർ 2 pairs ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഇനി എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്നത്. അപ്പൊ 2 ക്യാരക്ടർ അഥവാ 4 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാം. ഡൈ എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടറല്ലേ ഇനി എക്സ്പെരിമെന്റിൽ ചെയ്യാൻ പോകുന്നത്. 2 ക്യാരക്ടർ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് പാസ്സാവുക? മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെയാണ് 2 ക്യാരക്ടർ എത്തുന്നത്? അതാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇനി മെന്റൽ ചെയ്യാൻ പോകുന്നത് എന്ത് ക്രോസ് ആണ്? ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിന് മാത്രം ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ? എടാ, ഒരു ചെടിയിൽ പ്രത്യേകിച്ച് പീ പ്ലാന്റിൽ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്
അല്ലെ, ഉയരമുണ്ട്, വിത്തിന്റെ ആകൃതി ഉണ്ട്, വിത്തിന്റെ നിറമുണ്ട്, പൂവിന്റെ നിറമുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ 7 ക്യാരക്ടേഴ്സിലാണ് മെന്റൽ എക്സ്പീരിമെന്റ്സ് നടത്തി പഠിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് പീ പ്ലാന്റിന്റെ, തോട്ടപ്പയർ ചെടിയുടെ 7 സ്വഭാവങ്ങൾ. 7 സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര വിപരീതം ഗുണം വന്നു? 7 × 2 14 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, 14 വിപരീത ഗുണങ്ങൾ വന്നു അല്ലെ. ഇതിലാണ് ഇദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത് കേട്ടോ. അതിലാകെ 1 2 മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെന്റലിന്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് പോവാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം 2 ക്യാരക്ടേഴ്സ് എടുത്തു. ഏതൊക്കെയാ ഇദ്ദേഹം എടുത്ത 2 ക്യാരക്ടേഴ്സ് എന്നറിയോ? ഏതൊക്കെയാണ് ഇദ്ദേഹം എടുത്ത 2 ക്യാരക്ടേഴ്സ്? 2 ക്യാരക്ടേഴ്സ് വേണം അല്ലെ, 2 ക്യാരക്ടേഴ്സ് വേണം. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 ക്യാരക്ടേഴ്സ് വേണം. അതിനുവേണ്ടി ഇദ്ദേഹം എടുത്തത് ഹൈറ്റ് എടുത്തു. ഹൈറ്റ് അല്ലെ, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറും എടുത്തു. അതുപോലെ തന്നെ സീഡിന്റെ ഷേപ്പും എടുത്തു. സീഡിന്റെ ഷേപ്പ്, വിത്തിന്റെ ആകൃതിയും എടുത്തു. അപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ടോൾ ആവാം, ആവാം അല്ലെ, 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. സീഡിന്റെ ഷേപ്പ് എന്ന് പറയുമ്പം റൗണ്ട് റിങ്കിൾഡ്, റൗണ്ടും റിങ്കിൾഡും. ഉരുണ്ട വിത്ത് അല്ലെങ്കിൽ ചുളുങ്ങിയ വിത്ത്. അതായത് ഇപ്പൊ ടോൾ ഉയരം കൂടിയ ചെടി, ഡ്വാർഫ് ഉയരം കുറഞ്ഞ ചെടി. റൗണ്ട് എന്ന് പറയുമ്പം ഉരുണ്ട വിത്ത്, റിങ്കിൾഡ് എന്ന് പറയുമ്പം ചുളുങ്ങിയ വിത്ത്. കണ്ടില്ലേ? ഇതാണ് ഇദ്ദേഹം എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ആദ്യം എന്ത് വേണം? നമുക്ക് പാരന്റൽ പ്ലാന്റ്സ് അല്ലെ, മാതൃസസ്യങ്ങൾ വേണ്ടേ? മാതൃസസ്യങ്ങൾ വേണം. 2 മാതൃസസ്യങ്ങൾ വേണം. അപ്പം ഒരു മാതൃസസ്യം നോക്കിക്കേ, ടോള് റൗണ്ട് സീഡ്, ഉയരം കൂടിയ ചെടി, ഉരുണ്ട വിത്ത്. അടുത്ത പാരന്റോ, ഉയരം കുറഞ്ഞ ചെടി, ചുളുങ്ങിയ വിത്ത്, ഡ്വാർഫ് റിങ്കിൾഡ് സീഡ് അല്ലെ. അപ്പൊ പാരന്റൽ പ്ലാന്റ്സ് നമുക്ക് എഴുതാം. പാരന്റ്സ് ടോൾ റൗണ്ട് ഇൻറ്റു ഡ്വാർഫ് റിങ്കിൾഡ്. കണ്ടില്ലേ? അപ്പൊ ടോൾ റൗണ്ട്, ടോള് ക്യാപിറ്റൽ ടി, റൗണ്ട് ക്യാപിറ്റൽ ആർ അല്ലെ. ഇപ്പൊ ടോള് റൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഫീനോടൈപ്പാ. അപ്പൊ ഇതിന്റെ ജീനോടൈപ്പ് എഴുതിയാലല്ലേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡ്വാർഫ് എന്ന് പറയുമ്പോഴോ സ്മോൾ ടി, സ്മോൾ ആർ അതിന്റെ ജീനോടൈപ്പ് എഴുതി അല്ലെ. ഡ്വാർഫ് സ്മോൾ ടി. റിങ്കിൾഡിനാണ് സ്മോൾ ആർ കേട്ടോ. റിങ്കിൾഡ് സ്മോൾ ആർ ഇത് ഫീനോടൈപ്പ് ആണ് അല്ലെ. ഇങ്ങനെ എഴുതുന്നതോ ജീനോടൈപ്പ് ആണ്. ഇനി എന്ത് വേണം? ഗാമീറ്റ്സ്. ക്യാപിറ്റൽ ടി ഇത് ഒരു ട്രേറ്റിനെ, ഒരു ഗുണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജോഡി ഫാക്ടേഴ്സ് അല്ലെ. അതിൽ നിന്ന് ഒരു ഫാക്ടർ വന്നു. ഇനി ഇത് മറ്റൊരു ട്രേറ്റിനെ, മറ്റൊരു ഗുണത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജോഡി ഫാക്ടേഴ്സ്. അതിൽ നിന്ന് ഒരു ഫാക്ടർ അഥവാ ഒരു അലീല് വന്നു. അങ്ങനെ ഓരോ ജോഡിയിൽ നിന്ന് ഓരോ അലീല് വന്നു. TR ഇതൊരു ഗാമീറ്റ്. അപ്പൊ ഇവിടെ എങ്ങനെയാ വരുന്നത്? സ്മോൾ ടി സ്മോൾ ആർ. കണ്ടില്ലേ? ഇതാണ് അടുത്തതിന്റെ ഗാമീറ്റ്, ബീജകോശം വരുന്നത്. കണ്ടില്ലടാ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ. ഇനി ക്രോസ് ചെയ്യണ്ടേ? ഇനി നമുക്ക് ക്രോസ് ചെയ്യാം അല്ലെ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. F1 ജനറേഷൻ നമുക്ക് കിട്ടി. 1ാം തലമുറ സസ്യങ്ങൾ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോൾ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ ക്യാപിറ്റൽ ആർ എക്സ്പ്രസ് ചെയ്യും, സ്മോൾ ആർ അവിടെ കാണാതായി, റൗണ്ട്. അപ്പൊ 1ാം തലമുറയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് ടോൾ പ്ലാന്റ്സ് വിത്ത് റൗണ്ട് സീഡ്സ്, ഉയരം കൂടിയ ചെടികൾ, ഉരുണ്ട വിത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റെസസീവ് ട്രേറ്റ് അവിടെ കാണാതെയായി അല്ലെ. ഡ്വാർഫും ഇല്ല, അതുപോലെ തന്നെ എന്താ റിങ്കിൾഡും വന്നിട്ടില്ല, എക്സ്പ്രസ് ആയില്ല. അപ്പൊ അതിനെ കണ്ടുപിടിക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സെൽഫ് പോളിനേറ്റ് ചെയ്യും. F1 × F1 അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഗാമീറ്റ്സ് എഴുതണ്ടേ അല്ലേ? അപ്പൊ ഗാമീറ്റ്സ് എഴുതാൻ ഈസിയാ. മിസ് ഒരു ഐഡിയ പറഞ്ഞു തരാം. ക്യാപിറ്റൽ ടിക്ക് ക്യാപിറ്റൽ ആറിനെ വേണം, ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ആറിനെയും വേണം, സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ആറിനെ വേണം, സ്മോൾ ടിക്ക് സ്മോൾ ആറിനെയും വേണം. കണ്ടില്ലേ? 4 ഗാമീറ്റ് കിട്ടി, 4 ബീജകോശങ്ങൾ കിട്ടി. അതേപോലെ തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ക്യാപിറ്റൽ ടിക്ക് ക്യാപിറ്റൽ ആറിനെ വേണം, ക്യാപിറ്റൽ ടിക്ക് സ്മോൾ ആറിനെ വേണം, സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ആറിനെ വേണം, സ്മോൾ ടിക്ക് സ്മോൾ ആറിനെ വേണം.
ഈസി ആയിട്ട് നമ്മൾ എന്ത് എഴുതി? ബീജകോശങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കിത് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ നമുക്കിതൊന്ന് ഫില്ല് ചെയ്താലോ? ഇവിടെ ആദ്യം നമ്മളോട് ഇത് ചോദിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നിട്ടുണ്ടെങ്കിൽ ടോൾ റൗണ്ട് അല്ലെ. ഉയരം കൂടുതൽ ഉരുണ്ട വിത്ത്. ഓക്കെ അല്ലേ? സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ ഒരു ബോക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഈ ഒരു ബോക്സ് നമുക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാം. മക്കളെ നോക്കിക്കടാ, ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇവിടെ എന്ത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ? ഈസിയാണ്. ഇനി ഇത് എഴുതുമ്പം ഇവിടെ നോക്കണം. ഇത് എഴുതുന്ന സമയത്ത് ഇതിന്റെ നേരെ നോക്കണം. ഇവിടെ നോക്കണം. ഇത് എഴുതുന്ന സമയത്ത് ഇവിടെ നോക്കണം. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും അല്ലെ? ഇവിടെ ടോള് വരും, റൗണ്ട് വരും. ഇവിടെ ടോള് വരും, റൗണ്ട് വരും. ഇനി നോക്കിക്കേ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. കണ്ടില്ലേ? അവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ആർ വന്നാൽ ടോള് റിങ്കിൾഡ് ആണ് അല്ലേ? വരുന്നത്. ഇവിടെയോ ടോള് റിങ്കിൾഡ് ആണ് വരുന്നത്. ഇവിടെ ടോള് റൗണ്ട് ആണ് വരുന്നത് അല്ലേ? ഇവിടെ ടോള് റൗണ്ട് ആണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ. ഇവിടെയോ സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അല്ലേ? ഇത് ടോള്, റൗണ്ട്. ഇവിടെ ഡ്വാർഫ് വന്നു. സ്മോൾ ടി അല്ലടാ വന്നിരിക്കുന്നത്. കാരണം എന്താ? നേരെ ഇത് സ്മോൾ ടി ആണ്, ഇവിടെ നേരെ ഇത് സ്മോൾ ടി ആണ്. ഡ്വാർഫ് വന്നു അല്ലെ? ഡ്വാർഫ് റൗണ്ട് വന്നു. ഇവിടെയോ ഡ്വാർഫ് റൗണ്ട് വന്നു. ഓക്കെ. ഇൻ ലാസ്റ്റത്തെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ടി സ്മോൾ ആർ. അപ്പൊ ഇത് ടോള്, റൗണ്ട്, ടോള് റിങ്കിൾഡ് വന്നു അല്ലെ? സ്മോൾ ആർ വന്നാൽ റിങ്കിൾഡ് ആണേ. സ്മോൾ ടി വന്നാലോ ഡ്വാർഫ് ആണേ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാലോ റൗണ്ട് ആണ്. ഇനി ഇവിടെ സ്മോൾ ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഡ്വാർഫും റിങ്കിൾഡും. കണ്ടില്ലേ? അതായത് നേരത്തെ കാണാതായി പോയിട്ടുള്ള ആ ഒരു സ്വഭാവം എന്താണടാ? ഡ്വാർഫ് റിങ്കിൾഡ് അല്ലേ? ഡ്വാർഫ് റിങ്കിൾഡ് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ? നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ചെയ്യാം അല്ലെ? അപ്പൊ അതിന്റെ മുന്നേ മിസ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും കുട്ടികൾ 16 കുട്ടികളെ കിട്ടിയല്ലേ? ഈ 16 കുട്ടികളുടെ ഏകദേശം അല്ലെ മൊത്തത്തിൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കിട്ടിയിരിക്കുന്ന കുട്ടികൾ ഇത് ഇങ്ങനെയാണ്. ടോള്, റൗണ്ട്, ഡ്വാർഫ്, റിങ്കിൾഡ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പാരൻസ് ഏതാ? ടോള്, റൗണ്ട്, ഡ്വാർഫ്, റിങ്കിൾഡ് അല്ലേ? ആ പാരൻസിന്റെ അതേ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പാരൻസിന്റെ അതേ സ്വഭാവമുള്ള കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. ടോള്, റൗണ്ട്, ഡ്വാർഫ്, റിങ്കിൾഡ്. അതായത് പാരൻസിന്റെ അതേ സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് പാസ് ആയിട്ടുണ്ടല്ലേ? അതാണ് പാരമ്പര്യം, ഹെറിഡിറ്റി എന്ന് പറയാം. ടോള്, റൗണ്ട് 9 കുട്ടികളെയും ഡ്വാർഫ്, റിങ്കിൾഡ് 1 കുട്ടീനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ? ഇത് ഒരു കുട്ടിയല്ലേ ഉള്ളൂ, 1 കുട്ടീനെയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പാരൻസ് കാണിക്കാത്ത പുതിയ സ്വഭാവമുള്ള കുട്ടികളും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് പാരൻസിൽ ഇല്ലാത്ത ക്യാരക്ടേഴ്സ്, ട്രെയ്റ്റ്സ് കാണിക്കുന്ന സന്താനങ്ങളെയും കുഞ്ഞുങ്ങളെയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ എന്താ പറയാ? പാരൻസിൽ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേരിയേഷൻ, വ്യതിയാനം കാണിക്കുന്ന കുട്ടികളെ നമുക്കിവിടെ കിട്ടി അല്ലേ? ഏതൊക്കെയാണ്? ടോള്, റിങ്കിൾഡ് കിട്ടി, 3 പേരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്വാർഫ്, റൗണ്ട്,
ഡ്വാർഫ് റൗണ്ട് കിട്ടി. എത്ര എണ്ണം കിട്ടി? 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടോള് റിങ്കിൾഡ് ഡ്വാർഫ് റൗണ്ട് എന്ന് പറയുന്ന പാരന്റ്സിനെ എടുത്തിട്ടില്ല, പക്ഷെ കുഞ്ഞുങ്ങളിൽ അതുണ്ട്. അപ്പൊ വേരിയേഷൻ കുട്ടി കാണിച്ചില്ലേ? കുട്ടി എന്ത് കാണിച്ചു? വ്യതിയാനം കാണിച്ചു അല്ലെ? വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിച്ചു, വേരിയേഷൻ കാണിച്ചു. അപ്പൊ റേഷ്യോ എന്താ ഇവിടെ വരുന്നേ? 9:3:3:1 ആണ് ഡൈഹൈബ്രിഡ് റേഷ്യോ. അതിൽ നമ്മൾ ഫീനോടൈപ്പിനെ മാത്രമേ നോക്കിയുള്ളൂ അല്ലേ? അപ്പൊ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 3:1 ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. 3:1 മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണെങ്കിൽ 9:3:3:1 എന്ന് പറയുന്നത് എന്താ? അത് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം. ക്യാരക്ടേഴ്സ് കൺസിഡേർഡ് ആൻഡ് ദിയർ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ഇവിടെ ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തത്? ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ എടുത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ എടുത്തത്? ഇതാണ് അതിന്റെ ആൻസർ. അതായത് ഹൈറ്റും അതുപോലെ തന്നെ നമ്മൾ എന്തെടുത്തു? സീഡിന്റെ ഷേപ്പും എടുത്തു അല്ലെ? ഹൈറ്റും എടുത്തു, സീഡിന്റെ ഷേപ്പും എടുത്തു. ഹൈറ്റിന് ടോൾ ഡ്വാർഫ്, അതുപോലെ സീഡിന്റെ ഷേപ്പ് റൗണ്ട് റിങ്കിൾഡ് ആണ് ട്രേറ്റ്സ് അല്ലെ? ഇതാണ് ട്രേറ്റ്സ്, ഇത് ട്രേറ്റ്സ്. ഓക്കെ, അടുത്തത് ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദ പാരന്റൽ പ്ലാന്റ്സ്. അതായത് മാതൃസസ്യത്തിന്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും. ഏതാ ഫീനോടൈപ്പ് വരിക? ഇത് ഫീനോടൈപ്പ്. ഇതെന്താണ്? ഇത് ഫീനോടൈപ്പ്. അല്ലേ? ഇതെന്താ വരുന്നത്? ജീനോടൈപ്പ്. ഇതെന്താ വരുന്നത്? ജീനോടൈപ്പ്. ഏതാണ് ജീനോടൈപ്പ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആറും സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആറും ജീനോടൈപ്പ്. അതേ സമയത്ത് നമ്മൾ അതിനെ ടോൾ റൗണ്ട് ഡ്വാർഫ് റിങ്കിൾഡ് എന്ന് പറയുന്നത് ഫീനോടൈപ്പ് ആണ് കേട്ടോ. ഡൊമിനന്റ് ആൻഡ് റെസസീവ് ട്രേറ്റ്സ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ. ഒന്നാം തലമുറയിലെ ഡൊമിനന്റ് ട്രേറ്റ്, പ്രകട ഗുണവും റെസസീവ് ട്രേറ്റ്, ഗുപ്ത ഗുണവും ഏതാണെന്നാ ചോദിച്ചത്. ഡൊമിനന്റ് ട്രേറ്റ് ഏതാ? നമുക്ക് കിട്ടിയത് എങ്ങനെയാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതായത് ടോള് റൗണ്ട്. ഇതെന്താ? ഡൊമിനന്റ് ട്രേറ്റ് അല്ലേ? അപ്പൊ ഏതാണ് റെസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്? ഡ്വാർഫ് റിങ്കിൾഡ്. കാരണം ഡ്വാർഫ് റിങ്കിൾഡ് നമുക്ക് കിട്ടിയിട്ടില്ല ഒന്നാം തലമുറയില്, അതവിടെ മാഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പൊ ഇതെന്താ? ഗുപ്ത ഗുണം, റെസസീവ് ട്രേറ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്തത് അലീൽസ് ഓഫ് ദ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ജനറേഷൻ. ഒന്നാം തലമുറ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളുടെ അലീലുകൾ അല്ലെ? ഒന്നാം തലമുറ സസ്യം ഏതാണടാ? ഒന്നാം തലമുറ സസ്യം ഇതല്ലേ ഒന്നാം തലമുറ സസ്യം അല്ലെ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, അതാണ് ഒന്നാം തലമുറ സസ്യം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഇതിൽ നിന്നുണ്ടാകുന്ന ഗാമീറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഗാമീറ്റ്സിൽ ഉണ്ടാകുന്ന അലീൽസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി സ്മോൾ ആർ അല്ലടാ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഇങ്ങനെയല്ലേ ഗാമീറ്റ്സ് വരുന്നത്? ഇങ്ങനെയാണ് ഗാമീറ്റ്സിലുള്ള അലീൽസ് വരുന്നത് അല്ലെ? ഫീനോടൈപ്പ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. രണ്ടാം തലമുറ സസ്യങ്ങളുടെ ഫീനോടൈപ്പാ ചോദിച്ചിരിക്കുന്നത്. ആ ഫീനോടൈപ്പ് അല്ലേ നമ്മളിവിടെ എഴുതിയത്? ആ ഫീനോടൈപ്പ് ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ? ഇത് F2 ജനറേഷൻ രണ്ടാം തലമുറ സസ്യങ്ങളുടെ ഫീനോടൈപ്പ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോൾ റൗണ്ട്, ടോൾ റിങ്കിൾ, ഡ്വാർഫ് റൗണ്ട്, ഡ്വാർഫ് റിങ്കിൾഡ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? F2 ജനറേഷൻ ആണ് കേട്ടോ. F2 ജനറേഷൻ രണ്ടാം തലമുറ സസ്യത്തിന്റെ ഫീനോടൈപ്പ് എഴുതി. ഫീനോടൈപ്സ് ഒബ്സർവ്ഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ദാറ്റ് ഡിഫേർഡ് ഇൻ കോൺട്രാസ്റ്റ് ടു പാരന്റൽ പ്ലാന്റ്സ് ആൻഡ് ദിയർ ജീനോടൈപ്സ്. ഓക്കെ, അതായത് മാതൃസസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടാം തലമുറയിൽ കാണപ്പെട്ടിട്ടുള്ള ഫീനോടൈപ്പുകളും അവയുടെ ജീനോടൈപ്പുമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് മാതൃസസ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തത് ഏതാണ്? ടോൾ റൗണ്ടും ഡ്വാർഫ് റിങ്കിൾഡും ആണ് അല്ലെ? ഉയരം കൂടിയ ചെടി ഉരുണ്ട വിത്ത്, ഡ്വാർഫ് റിങ്കിൾഡ് ഉയരം കുറഞ്ഞ ചെടി ചുളുങ്ങിയ വിത്ത്. ഇതാണ് നമ്മളെടുത്ത പാരന്റ്സ്, ഇതാണ് നമ്മളെടുത്ത പാരന്റ്സ്. പക്ഷെ കുഞ്ഞുങ്ങള് അതല്ലാതെ കാണിച്ചിട്ടുണ്ട് ടോൾ റിങ്കിൾഡ് ഡ്വാർഫ് റൗണ്ട് അല്ലെ? അതായത് ഉയരം കൂടിയ ചെടിയിൽ ചുളുങ്ങിയ വിത്ത് ഉണ്ടായിട്ടുണ്ട്, ഉയരം കുറഞ്ഞ ചെടിയിൽ ഉരുണ്ട വിത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വ്യതിയാനങ്ങൾ കാണിച്ച, വേരിയേഷൻ കാണിച്ച പുതിയ കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അവരുടെ ഫീനോടൈപ്പ് നമ്മളിവിടെ ഓൾറെഡി എഴുതി. ടോൾ റിങ്കിൾ ഡ്വാർഫ് റൗണ്ട്. അവരുടെ ജീനോടൈപ്പ് നിങ്ങൾ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ഈ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അല്ലെ? ഈസിയാണ്. ടോൾ റിങ്കിൾ ക്യാപിറ്റൽ ടി സ്മോൾ ആർ അത് ഒരു ജീനോടൈപ്പ് ആണ്. പിന്നെ ഡ്വാർഫ് റൗണ്ട് വേണ്ടേ? സ്മോൾ ടി ക്യാപിറ്റൽ ആർ അല്ലെ? മിസ് ആകെ ഒരു 2 എക്സാമ്പിൾ ഇവിടെ എഴുതാം, ബാക്കി മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ, ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ആറും
അതുപോലെ തന്നെ സ്മോൾ ടി ക്യാപിറ്റൽ ആർ കണ്ടോ, ക്യാപിറ്റൽ ആർ കണ്ടില്ലേ? ടോൾ റിങ്കിൾഡ് ഡ്വാർഫ് റൗണ്ട്. ഇനി ജീനോടൈപ്പ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് സെക്കൻഡ് ജനറേഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം തലമുറയുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ അല്ല എന്താണ്? 9:3:3:1. ജീനോട്ടിപ്പിക് റേഷ്യോ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ വലുതാ. അല്ല, ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എന്താ? നമ്മളിതാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ എത്രണ്ണം ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ എത്രണ്ണം ഉണ്ട്, അങ്ങനെ ഓരോ ജീനോടൈപ്പും എണ്ണിയിട്ട് റേഷ്യോ കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫീനോടൈപ്പ് ഏതാന്ന് മനസ്സിലാക്കി അതിന്റെ റേഷ്യോ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ മെന്റലിന്റെ എന്ത്, ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലെ? ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്വഭാവങ്ങൾ എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്, അത് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. റേഷ്യോ വരെ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മെന്റൽ എന്ത് ചെയ്തിട്ടുണ്ട്? പോസ്റ്റ്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. മെന്റൽ എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ പോവാണ്. അപ്പൊ ആ ഹോട്ടലിൽ പോയപ്പം നിങ്ങൾ കഴിക്കാൻ പോയത് പൊറോട്ടയും ചിക്കനും. ഓക്കെ, പൊറോട്ടയും ചിക്കനാണ് നിങ്ങൾ കഴിക്കാൻ പോയത്. അത് അവിടെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ പോകുന്നത്. അപ്പൊ അവിടെ പോയപ്പോ അദ്ദേഹം പറയാണ് പൊറോട്ടയുണ്ട് അല്ലെ, പൊറോട്ടയുണ്ട്, പുട്ടുണ്ട്, അതുപോലെ തന്നെ എഗ്ഗിന്റെ കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറിയുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു തോന്നല്, ഞാൻ അങ്ങനെയാണെങ്കിലേ പുട്ടും ചിക്കനും കഴിക്കാം, എനിക്ക് പൊറോട്ട വേണ്ട, പുട്ടും ചിക്കനുമാണ് ഞാൻ കഴിക്കാൻ പോണത് അല്ലേ. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായി. ഫ്രണ്ട് എന്ത് ചെയ്തു? പൊറോട്ടയും ചിക്കനും വാങ്ങി. നിങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ടായി. ആ ഫ്രണ്ട് എന്താ ചെയ്തെന്ന്? പുട്ടും മുട്ടക്കറിയും വാങ്ങി. അല്ലാതെ ഹോട്ടലുകാരൻ നിങ്ങളോട് പറയോ, നിങ്ങൾ പൊറോട്ട വാങ്ങിയാൽ പൊറോട്ടയ്ക്ക് ഞാൻ ചിക്കൻ കറി മാത്രമേ തരുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് മുട്ടക്കറി തരില്ല എന്ന് അങ്ങനെ ഹോട്ടലുകാരൻ പറയോ? പറയില്ല. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനിൽ അവിടെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കാം. അതേപോലെ തന്നെ അല്ലടാ ഇവിടെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ജോഡി കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഗുണവും എന്താണ്? സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്. അല്ലാതെ നമ്മളിവിടെ മാതൃസസ്യങ്ങൾ എടുത്തത് ഏതൊക്കെയാ? മാതൃസസ്യങ്ങൾ ടോള് റൗണ്ട് ആണ് എടുത്തത്, ഡ്വാർഫ് റിങ്കിൾഡ് ആണ് എടുത്തത്. അപ്പൊ ടോള് പറയോ ഞാൻ റൗണ്ടിന്റെ കൂടെ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോവുള്ളൂ? ഡ്വാർഫ് പറയോ ഞാൻ റിങ്കിൾഡ് കൂടെ മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോവുള്ളൂ എന്ന്? അല്ല, അവർ ഒരുമിച്ച് മാത്രമാണ് പോവാ, അല്ല അവർ ഒറ്റയ്ക്കാ പോവാ അല്ലെ. ടോള് സ്വന്തമായിട്ട് പോകും, റൗണ്ട് സ്വന്തമായിട്ട് പോകും, ഡ്വാർഫ് റിങ്കിൾഡ് ഒക്കെ ഒറ്റയ്ക്കാ പോകുന്നത്. അല്ലാതെ അവർ ഒരുമിച്ച് ജോഡിയായിട്ടേ പോവുള്ളൂ, ഞാൻ ഇന്ന ആളുടെ കൂടെയേ പോവുള്ളൂ എന്ന് വാശി പിടിച്ചിട്ടാണോ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്തത്? അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വ്യതിയാനം ഉണ്ടാവില്ല. ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? മാതാപിതാക്കളിൽ ഇല്ലാത്ത പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ടോള് റിങ്കിൾഡ് ഡ്വാർഫ് റൗണ്ട് നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ നിയമത്തിനെ നമ്മൾ എന്ത് പറയും? ഇത് മെന്റലിന്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മൂന്നാമത്തെ മെന്റലിന്റെ നിയമമാണ് കേട്ടോ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. എന്താ? സിമ്പിളാ. രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ, അല്ലെ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പല വിധത്തിലുള്ള സ്വഭാവങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം ഇങ്ങനെ മിക്സ് ആവുന്നില്ല അല്ലെ. അവരിങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഒട്ടിക്കൊണ്ടല്ല അടുത്ത തലമുറയിലേക്ക് പോകുന്നത്. അവരെന്താ? പരസ്പരം ഇങ്ങനെ കൂടിക്കലരാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ടാണ് അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത്. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. മെന്റലിന്റെ മൂന്നാമത്തെ നിയമമാണ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് വന്നിട്ടുള്ള നിയമമാണ് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ മെന്റലിന്റെ എക്സ്പീരിമെന്റ്സ്, പരീക്ഷണങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു എക്സ്പീരിമെന്റ്, അതായത് ക്രോസ് നമ്മൾ ചെയ്താൽ ഈ ക്രോസ് പറഞ്ഞു തരാതെ വെറുതെ സൂചകങ്ങൾ മക്കൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഫീനോടൈപ്പും ജീനോടൈപ്പും വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കി നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. ഫീനോടൈപ്പും ജീനോടൈപ്പും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വർഷമാണ് അവർ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് വൃത്തിയായി കൃത്യമായിട്ട് പഠിച്ച് വെച്ചോളുക. ഓക്കെ, ഇപ്പം ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഈ ഒരു
ഈ റിമോട്ടിന്റെ ഈ കളർ എന്താ? വൈറ്റ്. ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫീനോടൈപ്പാ അല്ലെ. ആ വൈറ്റിനെ നിങ്ങൾ ക്യാപിറ്റൽ W എന്ന് എഴുതി, അതാണ് ജീനോടൈപ്പ് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാ. ഇനിയെങ്കിലും എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ അടിക്കരുത് കേട്ടോ. അപ്പൊ മെന്റലി ഈ പറയുന്ന കുറെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുവന്നു. ആൾക്കാർ ആരും അത് സ്വീകരിച്ചില്ല. മിസ് ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ സത്യമെന്ന് മനസ്സിലാക്കി നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അദ്ദേഹത്തിനെ വിളിച്ചതല്ലേ. അപ്പൊ മെന്റലിന്റെ ലോ ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. പക്ഷെ പ്രകൃതിയിൽ മെന്റൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളും പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. അതായത് മെന്റൽ പറഞ്ഞതിൽ നിന്ന് ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. അതാണ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അതായത് മെന്റൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 4 മണി ചെടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് 4 o'clock പ്ലാന്റ്, 4 മണി പൂവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ ചെടിയുടെ റെഡ് പൂക്കളുള്ള ചെടിയെയും വൈറ്റ് പൂക്കളുള്ള ചെടിയെയും നമ്മൾ ക്രോസ് ചെയ്തിട്ട് 1ാം തലമുറയിൽ ഉണ്ടാവേണ്ട കുട്ടികൾ റെഡ്. അങ്ങനെയാണല്ലോ മെന്റൽ പറഞ്ഞത് അല്ലെ. റെഡ് എന്ന് പറയുന്നത് ഡൊമിനന്റ്, അതേപോലെ വൈറ്റ് എന്ന് പറയുന്നത് റെസസീവ് ട്രേറ്റ്. അപ്പൊ ഇത് രണ്ടും ക്രോസ് ചെയ്ത് ഉണ്ടായ കുട്ടികളെല്ലാം റെഡ് കുട്ടികളല്ലേ ഉണ്ടാവേണ്ടത് മെന്റൽ പറഞ്ഞ പ്രകാരം അല്ലെ. ഡൊമിനന്റ് ട്രേറ്റ് അല്ലേ ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നത്? റെഡും വൈറ്റും ക്രോസ് ചെയ്തപ്പം ഉണ്ടായ കുഞ്ഞുങ്ങളെല്ലാം പിങ്ക് ആണ്. റെഡും അല്ല വൈറ്റും അല്ല, പിങ്ക് കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടറാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. കാരണം എന്താ? റെഡിന്റെ അല്ലിയിൽ ക്യാപിറ്റൽ ആർ, വൈറ്റിന്റെ അല്ലിയിൽ സ്മോൾ ആർ. അപ്പൊ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ റെഡ് ഉണ്ടാവണമെന്നാണ് ആര് പറഞ്ഞത്? മെന്റൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ പിങ്കാ വന്നിരിക്കുന്നത്. കാരണം എന്താ? ക്യാപിറ്റൽ ആറിന് സ്മോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ക്യാപിറ്റൽ ആറിന് സ്മോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ പിങ്ക് വന്നത്. അതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് കേട്ടോ. എക്സാമ്പിൾ എന്താണ്? നമ്മുടെ 4 മണി പൂ ഉണ്ടാവുന്ന ചെടിയില്ലേ, അതാണ് എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് മക്കളൊന്ന് നോക്കി വെച്ചോളുക. യെസ്, അതേപോലെ തന്നെ റോൺ കോട്ട് പാറ്റേൺ ദാറ്റ് ഇസ് ഫൗണ്ട് ഓൺ സം കാറ്റിൽസ് ആൻഡ് ഹോഴ്സസ്. അതെന്താ സംഭവം? ചില കന്നുകാലികളിലും കുതിരകളിലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ റോൺ കോട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇങ്ങനെ റോൺ കോട്ട് കാണാൻ പറ്റും. ബ്ലാക്കും വൈറ്റും മിക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. ബ്ലാക്കും വൈറ്റും മിക്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ശരിക്കും പറഞ്ഞാല് ബ്ലാക്കും വൈറ്റും കന്നുകാലിയെ നമ്മൾ ക്രോസ് ചെയ്തു. ബ്ലാക്ക് കന്നുകാലിയെയും അതുപോലെ വൈറ്റ് കളറുള്ള കന്നുകാലിയെ നമ്മൾ ക്രോസ് ചെയ്തു. ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് ഈ 2 കളറും കാണുന്ന കുഞ്ഞുങ്ങളാണ്. ബ്ലാക്കും വൈറ്റും മിക്സ് ആയി കാണുന്ന കന്നുകാലി കുട്ടികളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള കാറ്റിലിനെയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കുതിരേനെയാണെങ്കിൽ ബ്ലാക്ക് കുതിരേനെയും വൈറ്റ് കുതിരേനെയും ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ബ്ലാക്കും വൈറ്റും മിക്സ് ആയിട്ടുള്ള കുതിര കുട്ടികളെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ആ മിക്സ് കളറിനെയാണ് നമ്മൾ റോൺ കോട്ട് എന്ന് പറയുക. അപ്പൊ അവിടെ ബ്ലാക്കിന്റെ അലിയിലും അതുപോലെ വൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അലിയിലും രണ്ടും അവിടെ ആ കുട്ടിയിൽ എക്സ്പ്രസ് ആയി. അതുകൊണ്ടാണല്ലോ അവിടെ ആ ഒരു റോൺ കോട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയാ അല്ലെ. കോഡോമിനൻസ് എന്ന് പറയാ. അതായത് 2 ട്രേറ്റിന്റെ അലീലുകളും ഒരുപോലെ തന്നെ കുഞ്ഞു കാണിക്കുന്നു. അതാണ് കോഡോമിനൻസ് അല്ലെ. പക്ഷെ നേരത്തെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൽ എന്തായിരുന്നു? റെഡും കണ്ടില്ല വൈറ്റും കണ്ടില്ല, രണ്ടും കണ്ടില്ല. അതിന് പകരം പുതിയൊരു ട്രേറ്റ്, അതായത് പിങ്ക് ആണ് വന്നിരിക്കുന്നത് അല്ല. അതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്തത് എന്താ? മൾട്ടിപ്പിൾ എലീലിസം. അപ്പൊ എന്താ മക്കളെ മൾട്ടിപ്പിൾ എലീലിസം എന്ന് പറഞ്ഞാൽ? മെന്റൽ എന്താ പറഞ്ഞേ? മെന്റൽ പറഞ്ഞു ഒരു ജീനിന് 2 അലീലേ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞേ അല്ലേ. പക്ഷേ ചില ജീനുകൾ 2ൽ കൂടുതൽ അലീലുകൾ കാണിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. മനുഷ്യന്മാരുടെ ബ്ലഡ് ഗ്രൂപ്പ് ABO ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ. ആക്ച്വലി നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഏത് ജീനാണെന്നറിയോ? I എന്ന് പറയുന്ന ജീനാ. അപ്പൊ മെന്റൽ പറഞ്ഞ പ്രകാരം I എന്ന് പറയുന്ന ജീനിന് 2 അലീലേ ഉണ്ടാവാൻ പാടൂ. പക്ഷെ ഇവിടെ നമുക്ക് IA എന്ന് പറയുന്ന അലീലുണ്ട്, IB എന്ന് പറയുന്ന അലീലുണ്ട്, സ്മോൾ I എന്ന് പറയുന്ന അലീലുണ്ട്. 3 അലീല് വന്നു. മൾട്ടിപ്പിൾ എലീൽസ്. ഇതാണ് മൾട്ടിപ്പിൾ എലീലിസം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പോളി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ. പോളിജീനിക് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ ജീനുകൾ. അതെന്താ കുറേ ജീനുകൾ? നമുക്കറിയാം നമ്മുടെയൊക്കെ സ്കിന്നിന്റെ കളറിൽ വ്യത്യാസമുണ്ട് അല്ലെ. പലർക്കും പല പല ത്വക്കിന്റെ നിറമാണ്, പല പല സ്കിന്നിന്റെ കളറാണ് അല്ലെ. നമ്മുടെ സ്കിന്നിന്റെ കളറിനെ ഒരു ജീൻ അല്ല കൺട്രോൾ ചെയ്യുക, ഒന്നിലധികം ജീനുകളാണ്
നമ്മുടെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നത്. മെന്റൽ എന്താ പറഞ്ഞേ, ഒരു ക്യാരക്ടറിനെ ഒരു ജീനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞേ. പക്ഷെ ഇവിടെ ഒരു ക്യാരക്ടർ, ഏതാ ക്യാരക്ടർ? സ്കിന്നിന്റെ കളർ. പക്ഷെ ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ട്? ഒന്നിൽ കൂടുതൽ ജീനുകളുണ്ട്. എന്താണ്? ഒന്നിൽ കൂടുതൽ ജീനുകളുണ്ട്. ഈ ജീനുകളുടെ പ്രവർത്തനത്തില് വ്യത്യാസം വരും. ജീനിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ് അല്ലേ? അപ്പം സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യാൻ കുറെ ജീൻസ് ഉണ്ട്. അപ്പൊ ഈ ജീനുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ ഉണ്ടാക്കുക. അപ്പൊ ഇവരിവിടെ എന്ത് പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നത്? സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ ഉണ്ടാക്കുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അല്ലെ? മെലാനിൻ നമ്മളെ സ്കിന്നിനൊക്കെ കളർ കൊടുക്കുക. കളർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏത് കളർ കൊടുക്കുക? ഡാർക്ക് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് മെലാനിൻ. അപ്പൊ ഈ മെലാനിന്റെ ഉൽപാദനത്തിൽ വ്യത്യാസം ഉണ്ടോ? കാരണം ജീനിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടോ? അപ്പൊ ജീനിൽ വ്യത്യാസം വന്നു, അപ്പൊ അവർ ഉണ്ടാക്കുന്ന മെലാനിനിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന്റെ കളറിൽ മാറ്റം വരുന്നത്. പലർക്കും പല സ്കിൻ കളർ കിട്ടുന്നത്. ഇതിനെയാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാ. അപ്പൊ ഈ 4 കാര്യങ്ങളും, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, കോ ഡൊമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പിന്നെ എന്തുണ്ട്? പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ഇതെല്ലാം മെന്റൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അതും മക്കൾ എന്തായാലും പഠിക്കണം. ഇത് മിസ് ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മുടെ സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പിഗ്മെന്റ് ആണ്. പിഗ്മെന്റിന്റെ പേരെന്താ? മെലാനിൻ ആണ്. ഈ മെലാനിന്റെ ഉൽപാദനം പലരിലും പലതായിരിക്കും. മെലാനിന്റെ ഉൽപാദനം കൂടുതലാണെങ്കിൽ സ്കിന്നിന്റെ കളർ ഡാർക്ക് ആയിരിക്കും. മെലാനിന്റെ ഉൽപാദനം കുറവാണെങ്കിൽ സ്കിന്നിന്റെ കളർ വൈറ്റ് ആയിരിക്കും. ശരിക്കും നമ്മൾ കളർ ഉണ്ട് എന്ന് പറയില്ലേ? അത് നമ്മൾ പൊതുവെ വെള്ള കളർ വരുന്നതിനായ നല്ല കളർ ഉണ്ടല്ലോ, അത് തെറ്റാ. അങ്ങനെ പറയരുത്. നല്ല കളർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡാർക്ക് കളർ ഉണ്ട് എന്ന് അർത്ഥം. അതിന്റെ അർത്ഥം മെലാനിൻ കൂടുതലാണ്. കളർ കുറയുമ്പോഴാണ് നമ്മൾ വൈറ്റ് ആവുന്നത്. അപ്പൊ മെലാനിന്റെ ഉൽപാദനം കുറവായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, സെറ്റ് ആയല്ലോ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാണ് മക്കളെ. ആകെ രണ്ട് ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ആവും. യെസ്, അടുത്തത് എന്താണ്? ജനറ്റിക് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ വേരിയേഷൻസ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ വ്യതിയാനം ഉണ്ടാവുന്നത്? കുട്ടികൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്, വേരിയേഷൻ കാണിക്കുന്നത്? അച്ഛനമ്മമാരിൽ ഇല്ലാത്ത ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾ കാണിക്കാൻ കാരണം എന്താ? ഇതിന്റെ പിന്നിലുള്ളത് ഒരു പ്രോസസ്സാണ്, ഒരു പരിപാടി ഉണ്ട് ഇതിന്റെ പിന്നിൽ. ആ പരിപാടിനെ വിളിക്കുന്ന പേരെന്താ? ക്രോസിംഗ് ഓവർ. എന്താ വിളിക്കുന്നത്? ആ പരിപാടിനെ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ അല്ലെ? ക്രോസിംഗ് ഓവർ എന്നാ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാലോ, ക്രോമസോമുകൾ ജോഡിയായിട്ടല്ലേ കാണുക. ഹോമോലോഗസ് ക്രോമസോംസ് എന്നല്ലേ നമ്മൾ വിളിക്കുക അല്ലെ? അപ്പം ഈ സെൽ ഡിവിഷൻ, അതായത് കോശ വിഭജനത്തിന്റെ സമയത്താണ് ക്രോമസോമുകൾ ജോഡിയായി കാണപ്പെടുന്നത് അല്ലെ? ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നത്? ജോഡിയായിട്ട് കാണപ്പെടുന്നത് എപ്പോഴാണ്? സെൽ ഡിവിഷൻ, അതായത് കോശ വിഭജനത്തിന്റെ സമയത്താണ് അല്ലെ? ഓക്കെ, അപ്പം ഈ സെൽ ഡിവിഷനിൽ നമുക്കറിയാം ഗാമീറ്റുകൾ, ബീജകോശങ്ങൾ രൂപപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? മൈറ്റോസിസ് എന്നാണോ വിളിക്കുക? തെറ്റ്, മിയോസിസ് എന്നാ വിളിക്കുന്നത് അല്ലെ? അപ്പൊ മിയോസിസിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടം, മിയോസിസിന്റെ ഫസ്റ്റ് ഫേസ്, ആദ്യഘട്ടം അല്ലെ? മിയോസിസിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തില് നമുക്കറിയാം ക്രോമസോമുകൾ ഇങ്ങനെ ജോഡിയായി കാണപ്പെടുന്നു അല്ലെ? ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും? ഇങ്ങനെ ജോഡിയായി കാണപ്പെടും, പെയറായിട്ട് കാണപ്പെടുന്നു. ഒന്ന് അച്ഛനിൽ നിന്ന് വന്നതാണെങ്കിൽ ഒന്ന് അമ്മയിൽ നിന്ന് വന്നതാണ് അല്ലെ? മിസ് വരച്ചു തരാം. മിസ് സിമ്പിൾ ആയിട്ട് ഇവിടെ വരച്ചു തരാം. കണ്ടോ? ഇതൊരു ജോഡി ഹോമോലോഗസ് ക്രോമസോംസ് ആണ്. അപ്പൊ മിയോസിസിന്റെ തുടക്കത്തില്, ഫസ്റ്റ് ഫേസ്, ആദ്യഘട്ടത്തില് ഇവരിങ്ങനെ ജോഡിയായി നിൽക്കുകയാണ് അല്ലെ? പെയർ ചെയ്ത് നിൽക്കുകയാണ്. ഒന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛനിൽ നിന്നാണെങ്കിൽ അടുത്ത ക്രോമസോം വന്നിരിക്കുന്നത് നമ്മുടെ അമ്മയിൽ നിന്നായിരിക്കും. അപ്പൊ ഇവരെന്താ ചെയ്യാന്നറിയോ? അതായത് ഈ ജോഡിയായി നിൽക്കുന്ന ഹോമോലോഗസ് ക്രോമസോംസ് എന്താ ചെയ്യാന്നറിയോ? അവരെന്താ ചെയ്യാന്ന് മിസ് പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. അതായത് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ ഭാഗങ്ങൾ കൈമാറും. അതായത് മക്കളെ നോക്കിക്കേ, ഈ ക്രോമസോമുകൾ അവരുടെ ഭാഗങ്ങൾ ഇങ്ങനെ കൈമാറും. എന്ത് ചെയ്യും? കൈമാറും. അവരുടെ കഷ്ണങ്ങള്, പീസുകള് ഇവരെന്താ ചെയ്യുക? അവരുടെ ഭാഗങ്ങൾ ഇവർ പരസ്പരം ഇങ്ങനെ കൈമാറുന്നുണ്ട്.
ഈ കൈ മാറുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്രോമസോമിന്റെ മുറിഞ്ഞുമാറൽ അഥവാ ക്രോസിംഗ് ഓവർ. കണ്ടോ, ഇവര് പരസ്പരം ഇങ്ങനെ കോർത്ത് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഈ പോയിന്റ് കണ്ടോ? ഇവര് പരസ്പരം ഇങ്ങനെ മുട്ടി നിൽക്കുന്ന, കൈമാറാൻ പോകുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആ പോയിന്റിനെ എന്താ വിളിക്കാന്നറിയോ? ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. എന്താടാ വിളിക്കുക? അതിനെ വിളിക്കുന്ന പേരാണ് കയാസ്മ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഹോമോലോഗസ് ക്രോമസോം ആദ്യം എന്ത് ചെയ്തു? അതാ ഇങ്ങനെ ജോഡിയായി വന്ന് നിന്നു. എന്നിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നത്? ജോഡി ചേർന്നതിന് ശേഷം അവര് പരസ്പരം അവരുടെ ഭാഗങ്ങൾ കൈമാറും. ആ കൈമാറുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താ? കയാസ്മ എന്നാ പറയാ അല്ലെ. അപ്പൊ ക്രോമാറ്റിഡുകൾ പൊട്ടും. ക്രോമസോമിന്റെ കോപ്പീസ്, ആ ഭാഗങ്ങൾ എന്ത് ചെയ്യും? പൊട്ടും. എന്നിട്ട് പരസ്പരം എന്ത് ചെയ്യും? കൈമാറും അല്ലെ, കൈമാറും. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലേക്ക് ലഞ്ചിന് നിങ്ങൾ ചോറും കൂട്ടാനും കൊണ്ടുപോയി, ചോറും ഒരു മോരുകറിയും കൊണ്ടുപോയി. നിങ്ങളെ ഫ്രണ്ട് എന്താ കൊണ്ടുവന്നേ? ചപ്പാത്തിയും ചിക്കനും കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ആ ഒരു ചിക്കൻ കറി കുറച്ച് എടുക്കും അല്ലെ. നിങ്ങൾ ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് തരും. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രണ്ടിന് കുറച്ച് ചോറ് കൊടുക്കും. നീ ചിക്കൻ കറിനോട് നീ ചോറ് തിന്നോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യില്ലേ നിങ്ങളുടെ ഫുഡൊക്കെ? അതേപോലെ തന്നെ ഇവിടെ ക്രോമസോം എന്താ ചെയ്യാ? 2 ക്രോമസോമുകളും പരസ്പരം അവരുടെ ഭാഗങ്ങൾ എന്ത് ചെയ്തു? കൈമാറി അല്ലെ, എക്സ്ചേഞ്ച് ചെയ്തു, കൈമാറി. ഈ കൈമാറിയപ്പോ എന്താ സംഭവിച്ചേ? എന്താണ് സംഭവിച്ചത്? ഇവിടെ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? പല കളേഴ്സ് നിങ്ങൾ ഇവിടെ കണ്ടോ? കണ്ടോ? അപ്പൊ ഇവര് കൈമാറിയപ്പോ എന്താ സംഭവിച്ചത്? ഒരാളുടെ അലീല് മറ്റൊരാളിലേക്ക് എത്തി അല്ലെ. ഒരാളുടെ ജീൻ, ആ ജീനിന്റെ ഭാഗമായിട്ടുള്ള അലീൽ എന്ത് ചെയ്യും? മറ്റൊരാളിലേക്ക് എത്തും അല്ലെ. അങ്ങനെ ഈ കൈമാറ്റം നടന്നിട്ടുള്ള ക്രോമസോമുകളിൽ പുതിയ അലീലുകളുടെ റീകോമ്പിനേഷൻ ഉണ്ടാവും, പുതിയ കോമ്പിനേഷൻ ഉണ്ടാവും. അലീലുകളുടെ പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാവും അല്ലെ. അതായത് പുതിയ 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 അവരുടെ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിനെയാണ് റീകോമ്പിനേഷൻ ഓഫ് അലീൽ എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താ വിളിക്കുന്നത്? റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? റീകോമ്പിനേഷൻ ഓഫ് അലീൽസ് എന്ന് വിളിക്കുന്നു. അതായത് ഇവരിങ്ങനെ ഭാഗങ്ങൾ കൈമാറിയില്ലേ? അപ്പൊ മക്കളെ നോക്കിക്കട എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ മിസ് എടുത്തിരിക്കുന്നത് ഈ ഒരു വയലറ്റ് ക്രോമസോം. ആ വയലറ്റ് ക്രോമസോമിന്റെ ഭാഗമായിട്ട് ആര് മാറി? റെഡ് ക്രോമസോമിന്റെ ഭാഗം മാറി. കണ്ടില്ലേ? വയലറ്റ് ക്രോമസോമിന്റെ ഭാഗമായിട്ട് റെഡ് ക്രോമസോമിന്റെ ഭാഗം മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ റെഡ് ക്രോമസോമിന്റെ ഭാഗമായിട്ട് ആര് മാറി? വയലറ്റ് ക്രോമസോമിന്റെ ഭാഗം മാറിയില്ലേ? റെഡ് ക്രോമസോമിന്റെ ഭാഗമായിട്ട് വയലറ്റ് ക്രോമസോമിന്റെ ഭാഗം മാറി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇവര് പരസ്പരം അവരുടെ ഭാഗങ്ങൾ കൈമാറിയപ്പോ എന്താ സംഭവിച്ചേ? ക്രോമസോമിൽ എന്തുണ്ട്? DNA ഉണ്ട്. ഈ DNA ഭാഗം കൈമാറി അല്ലേ. അതേപോലെ തന്നെ DNA ജീൻ ഉണ്ട്, അലീലുകൾ ഉണ്ട്. ഈ അലീലുകളും പരസ്പരം കൈമാറി. അപ്പൊ ഇവിടെ കൈമാറ്റം സംഭവിച്ച സ്ഥലത്ത് നമുക്ക് പുതിയ അലീൽ കോമ്പിനേഷൻ ഉണ്ടാവും. കണ്ടില്ലേ? പുതിയ അലീൽ കോമ്പിനേഷൻ ഉണ്ടാവും അല്ലെ. പുതിയ പുതിയ അലീലുകളുടെ ജോഡികൾ നമുക്ക് കാണാൻ പറ്റുന്നു. ഇതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുക അല്ലെ. എന്ത് വിളിക്കും? റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. റീകോമ്പിനേഷൻ, അതായത് പുതിയ കോമ്പിനേഷൻസ് അല്ലെ. റീകോമ്പിനേഷൻ ഓഫ് അലീൽസ് എന്ന് വിളിക്കും. അഥവാ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അലീലുകളുടെ പുനഃസംയോജനം എന്ന് നമ്മൾ പറയുന്നു. ഈ കൈമാറ്റത്തിലൂടെയാണ് ഈ ഒരു പുനഃസംയോജനം നടക്കുന്നത്. സെറ്റായ മക്കളെ? ഈസി അല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും XYZ കണ്ടോ? അവര് ജീനുകൾ കൊടുത്തിരിക്കുന്നത്, അലീലുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ ഭാഗമായിട്ട് അലീലുകളുടെ പുതിയ കോമ്പിനേഷൻ ഇവിടെ YZ ഉണ്ടായത് കണ്ടോ? സിമ്പിൾ ആണല്ലേ? ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ. അപ്പൊ എപ്പോഴാണ് ഇത് നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. എപ്പോഴാണ്? ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ് അല്ലെ. മിയോസിന്റെ എന്താണ്? ആദ്യ ഘട്ടത്തിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കേ. ഫേസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ഏത് ഫേസിലാണ്? ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിന്റെ ഒന്നാം ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ. പ്രോസസ് ഓഫ് ക്രോസിംഗ് ഓവർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലെ. ആദ്യം ഹോമോലോഗസ് ക്രോമസോമുകൾ ഇങ്ങനെ ജോഡി ചേരുന്നു, എന്നിട്ട് അവരുടെ ഭാഗങ്ങൾ ഇങ്ങനെ കൈമാറുന്ന ആ ഒരു പോയിന്റിന് നമ്മൾ എന്ത് വിളിക്കും? കയാസ്മ എന്ന് വിളിക്കും. ഈ കൈമാറുന്ന പ്രോസസ്സിനെ നമ്മൾ ക്രോസിംഗ് ഓവർ, ക്രോമസോമിന്റെ മുറിഞ്ഞുമാറൽ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഓരോ ക്രോമസോമിന്റെ ഭാഗമായി മറ്റൊരു ക്രോമസോം മാറിക്കഴിയുന്നു. അവിടെ പുതിയ അലീൽ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതിനെ റീകോമ്പിനേഷൻ ഓഫ് അലീൽസ് എന്ന് വിളിക്കും. അങ്ങനെ പുതിയ റീകോമ്പിനേഷൻ ഉണ്ടായല്ലോ. അലീലുകളുടെ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടായല്ലേ? റീകോമ്പിനേഷൻ ഉണ്ടായി. അതായത് എന്താണ്? പുനഃസംയോജനം ഉണ്ടായി.
അതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങൾ എന്ത് കാണിക്കുന്നത്? പുതിയ ട്രെയ്റ്റ്സ് കാണിക്കുന്നത്. എന്ത് കാണിക്കുന്നത്? പുതിയ പുതിയ സ്വഭാവ ഗുണങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. അച്ഛനമ്മമാരിൽ ഇല്ലാത്ത ഗുണങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. വേരിയേഷൻ, വ്യതിയാനം ഉണ്ടാവുന്നത് ഈ ഒരു ക്രോസിംഗ് ഓവറാൽ നടക്കുന്ന റീകോമ്പിനേഷൻ കാരണമാണ് കേട്ടോ. ഓക്കെ, ക്രോസിംഗ് ഓവറും റീകോമ്പിനേഷനുമാണ് പ്രധാനമായിട്ടും വേരിയേഷന് കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾ ഓഫ് ക്രോസിംഗ് ഓവർ ഇൻ ദ ഫോം ഓഫ് വേരിയേഷൻ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആണ്, കഴിഞ്ഞു. അപ്പൊ ഇവിടെ ആകെ നിങ്ങൾ ഇതേ മനസ്സിലാക്കണ്ടു. അതായത് ഈ ക്രോമസോമുകൾ പരസ്പരം അവരുടെ ഭാഗങ്ങൾ കൈമാറിയപ്പം എന്ത് സംഭവിച്ചു? നിങ്ങൾ നോക്കിക്കേ, ഈ വയലറ്റ് ക്രോമസോമിന്റെ DNA ഭാഗവും ജീനും അലീലുകളും എന്ത് ചെയ്തിട്ടുണ്ട്? റെഡിലേക്ക് പോയിട്ടുണ്ട്. അല്ലെ, ഈ റെഡ് ക്രോമസോമിന്റെ അലീലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വയലറ്റ് ക്രോമസോമിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ റെഡിന്റെയും വയലറ്റിന്റെയും കൂടി പുതിയ കോമ്പിനേഷൻ ഇവിടെ ഉണ്ടായി. അല്ലെ, ഇവിടെ എന്തുണ്ടായി? വയലറ്റിന്റെയും റെഡിന്റെയും കൂടിയായിട്ടുള്ള പുതിയ അലീൽ കോമ്പിനേഷൻസ് ഉണ്ടായി. അതാണ് റീകോമ്പിനേഷൻ ഓഫ് അലീൽസ്. ഇതാണ് വേരിയേഷന് കാരണം, പുതിയ പുതിയ ട്രേറ്റുകൾ കുട്ടികളിൽ കാണിക്കാൻ കാരണം. കേട്ടല്ലോ? യെസ്. അപ്പൊ അവസാന ഭാഗത്തേക്ക് പോവാ അല്ലെ. മ്യൂട്ടേഷൻ ഈസിയാ. എന്താ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഉൽപരിവർത്തനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. അല്ല, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒന്നുമില്ല, സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദി ജീൻ ഓഫ് എൻ ഓർഗാനിസം ഇസ് കോൾഡ് ആസ് മ്യൂട്ടേഷൻ. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്താ സംഭവം? അതായത് നമ്മുടെ ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജീനുകളിൽ മാറ്റം ഉണ്ടായാൽ അടുത്ത തലമുറയിലേക്ക് ഈ മാറ്റങ്ങൾ വ്യാപരിക്കും അല്ലെ, കുട്ടികളിലേക്കും ഈ മാറ്റങ്ങൾ എത്തും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക കേട്ടോ. അതായത് ഒരു ജീവിയുടെ ജനിതക ഘടന, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ജീവിയുടെ DNA അഥവാ ജീനുകളിൽ പെട്ടെന്നുണ്ടാകുന്ന, സഡൻ ആയിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ DNA. ഇതിൽ കറക്റ്റ് ആയിട്ട് കണ്ടോ നിങ്ങൾ? ന്യൂക്ലിയോടൈഡുകൾ അഥവാ നൈട്രജൻ ബേസസിന്റെ പെയറിംഗ് ഒക്കെ എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് കണ്ടില്ലേ? ഇതില് TA ഇങ്ങനെ ഒരു പെയറിംഗ് വരേണ്ട സ്ഥാനത്ത്, അതായത് TA എന്ന് വരേണ്ട സ്ഥാനത്ത് ഇവിടെ AT എന്ന് വന്നു. അപ്പൊ DNA-യിൽ ഈ ഒരു മാറ്റം വന്നു അല്ലെ, DNA-യുടെ ജീനില് ഈ ഒരു മാറ്റം വന്നു. TA എന്ന് വരേണ്ട സ്ഥാനത്ത് AT വന്നു. DNA-യിൽ മാറ്റം വന്നാൽ DNA-യിൽ നിന്നുണ്ടാവുന്ന mRNA-യിൽ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നാൽ ഉണ്ടാകുന്ന പ്രോട്ടീനിൽ മാറ്റം വരും. അപ്പം ആ പ്രോട്ടീനാൽ ഉണ്ടാകേണ്ട ധർമ്മം, ഫങ്ഷൻ, ശരീരത്തിൽ എന്ത് ഫങ്ഷൻ ആണോ നടക്കുന്നത് അതിൽ മാറ്റം വരും. നമ്മുടെ ഫീനോടൈപ്പിൽ മാറ്റം വരും, കാരണം ജീനോടൈപ്പ് മാറി അല്ലെ. ഫീനോടൈപ്പും ജീനോടൈപ്പും എല്ലാം മാറും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ മ്യൂട്ടേഷൻ ഉണ്ടാവാൻ കാരണം എന്താ? ഒന്നില്ലെങ്കിൽ നമ്മുടെ DNA ഇരട്ടിക്കും അല്ലെ. നമ്മുടെ DNA എന്ത് ചെയ്യും? ഇരട്ടിക്കും, ഡബിൾ ആവും. അപ്പൊ ഈ ഡബിൾ ആവുന്ന സമയത്ത്, അതായത് ഇപ്പൊ നമ്മുടെ DNA ആണെങ്കിൽ ഇതിങ്ങനെ ഡബിൾ ആവും. കണ്ടോ, ഇതിങ്ങനെ ഡബിൾ ആവും. അപ്പൊ ഇതിങ്ങനെ ഡബിൾ ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും എറേഴ്സ്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കെമിക്കൽസ്, അതും അല്ലെങ്കിൽ വികിരണങ്ങൾ, റേഡിയേഷൻസ് ഒക്കെ കാരണമാണ് പൊതുവെ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. പൊതുവെ മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്, ഈ മ്യൂട്ടേഷൻ കാരണം ജീനുകളിൽ മാറ്റം വരുന്നു. അത് തലമുറയായിട്ട് ഇങ്ങനെ എന്താ പറയാ കൈമാറി വന്ന് ഓരോ തലമുറയിലും ഇത് വ്യാപരിച്ച് കെട്ടിക്കിടന്ന് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്ന തലമുറകളിൽ ഉണ്ടാവും. വേരിയേഷന് കാരണമാകും മ്യൂട്ടേഷൻ. ഓക്കെ, മ്യൂട്ടേഷൻ എന്ത് ചെയ്യും? വേരിയേഷൻ, വ്യതിയാനത്തിന് കാരണമാകും. കാരണം കുഞ്ഞുങ്ങളിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാകും, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എന്തിനു കാരണമാകും? വേരിയേഷന് കാരണമാകും. ഈ വേരിയേഷൻ ഇങ്ങനെ ഓരോ തലമുറയിലും കെട്ടിക്കിടന്ന് അവസാനം പുതിയ ജീവി തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. എവല്യൂഷന് കാരണമാകും, അല്ലെങ്കിൽ ജീവികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണമാകും. പരിണാമത്തിന് കാരണമാകുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ നോക്കിക്കാൻ എന്താ മ്യൂട്ടേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. റീസൺസ് ഫോർ മ്യൂട്ടേഷൻ, എന്തൊക്കെയാ കാരണങ്ങൾ? എന്തൊക്കെയാണ്? DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം, അതായത് നമ്മുടെ DNA ഇരട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറ്, അല്ലെങ്കിൽ രാസവസ്തുക്കൾ, വികിരണങ്ങളൊക്കെ ഇതിന് കാരണമാണ് കേട്ടോ.
ഓക്കെ, മ്യൂട്ടേഷൻ വന്നിട്ട് ക്യാൻസർ ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. നമ്മളോട് പറയില്ലേ കൂടുതലായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്താ പറയാ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ എക്സ്റേ ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. അനാവശ്യമായിട്ട് നമുക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. കാരണം അതിന്റെ ഉള്ളിൽ ഫുൾ എന്താ ഉള്ളത്, വികിരണങ്ങളാണ്, എക്സ്റേസ് ഉണ്ട്. ആവശ്യമില്ലാതെ എക്സ്റേ നമ്മുടെ മേലെ പതിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഇതുപോലെ ക്യാൻസർ ഒക്കെ വന്ന് നമ്മൾ മരിച്ചു പോവുക അല്ലേ. ഓക്കെ, അപ്പം വികിരണങ്ങൾ കാരണവും മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്തിന് കാരണമാകും? വേരിയേഷൻ, വ്യതിയാനത്തിന് കാരണമാകും. പുതിയ ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾ കാണിക്കും. അത് കൂടി അവസാനം കെട്ടിക്കടന്ന് പല തലമുറകളിലായി മാറി മാറി കൈമാറ്റം ചെയ്തു വന്ന് എവല്യൂഷൻ, പരിണാമത്തിന് കാരണമാകുന്നു. ഓക്കെ, സെറ്റ് ആയാലടാ, കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് മക്കൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാകും, കാരണം അത്രയ്ക്ക് പറയാനുള്ളൊരു ഭാഗം തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് വെറുതെ പറഞ്ഞു പോയിട്ടൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ പോണില്ല. കുറെ ക്രോസും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളത്, അതൊക്കെ മനസ്സിലാക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പൊ പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കാണുക, ആൻഡ് പാർട്ട് 2 കണ്ടിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഈ ചാപ്റ്റർ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ക്ലാസ് കാണാൻ പറയാം. അപ്പൊ അവർക്ക് ക്ലാസ് സെറ്റ് ആവില്ലേ, ഈ ചാപ്റ്റർ അവർക്ക് സെറ്റ് ആവും അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആയിരിക്കും നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇപ്പൊ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററുമായിട്ട് നമുക്ക് ഉടനെ കാണാം അല്ലെ. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോ കിട്ടണ്ടേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. പറഞ്ഞതൊന്നും മറന്നു പോകരുത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കും. ഇപ്പൊ ഓൾറെഡി നമ്മൾ ലൈൻ ബൈ ലൈൻ ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് അടിപൊളിയായിട്ട് വായിക്കുക. അപ്പൊ ജെനറ്റിക്സ്, ജനിതശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയ ബ്രാഞ്ചിലുള്ള പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ മക്കളെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.